നമസ്കാരം. ഗുഡ് മോർണിംഗ് കേരളം ആരംഭിക്കുകയാണ്. സംസ്ഥാനത്ത് മഴ തുടരുന്നു. പലയിടങ്ങളിലും ഇപ്പോഴും ശക്തമായ മഴ പെയ്യുന്നുണ്ട്. ഈ അതിതീവ്ര മഴ ജനജീവിതത്തെ എത്രത്തോളം ബാധിച്ചിട്ടുണ്ടെന്ന് കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം നമ്മൾ കണ്ടതാണ്. ഇപ്പോഴത്തെ അവസ്ഥയിൽ ഏത് നിമിഷവും അതിശക്തമായ മഴയാണ് പ്രതീക്ഷിക്കേണ്ടത് എന്നാണ് കാലാവസ്ഥാ നിരീക്ഷകരും അതുപോലെ തന്നെ പ്രവചകരൊക്കെ പറയുന്നത്. അതുകൊണ്ട് തന്നെ നിസ്സഹായരായി പോകുന്ന ഒരു സാഹചര്യമൊക്കെയാണ് കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ നമ്മൾ പലയിടങ്ങളിലും കണ്ടിട്ടുള്ളത്. ഇന്നും അലർട്ടുണ്ട് 8 ജില്ലകളിലാണ്. അധികൃതർ നൽകുന്ന എല്ലാ നിർദ്ദേശവും മുൻകരുതലുകളും ഒക്കെ എല്ലാവരും കൃത്യമായി പാലിക്കുക, ജാഗ്രതയോടെ മുന്നോട്ട് പോകുക. നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് തന്നെ ഗുഡ് മോർണിംഗ് കേരളം തുടങ്ങുകയാണ്. ആദ്യം ഇന്നത്തെ പ്രധാന തലക്കെട്ടുകൾ നോക്കാം. സംസ്ഥാനത്ത് 2 ദിവസം കൂടി കനത്ത മഴ തുടരും. 8 ജില്ലകളിൽ ഓറഞ്ച് അലേർട്ട്. കണ്ണൂരിൽ ജാഗ്രതാ നിർദ്ദേശം. കണ്ണൂർ, കാസർഗോഡ്, കോട്ടയം, പത്തനംതിട്ട, വയനാട്, ആലപ്പുഴ, എറണാകുളം ജില്ലകളിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് ഇന്ന് അവധി. തൃശൂരിൽ ക്യാമ്പുകൾ പ്രവർത്തിക്കുന്ന വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും അവധി. കല്ലാർകുട്ടി, ലോവർ പെരിയാർ, പെരിങ്ങൽകൂർ ഡാമുകളിൽ റെഡ് അലേർട്ട്. ഇഡി ഉദ്യോഗസ്ഥരെ ആക്രമിച്ച കേസിൽ CPM ഉന്നത നേതാക്കളും ചോദ്യമുനയിലേക്ക്. MP ഗോവിന്ദൻ, ജോൺ ബ്രിട്ടാസ് തുടങ്ങിയവർക്ക് നോട്ടീസ് അയക്കാൻ അന്വേഷണ സംഘം. ആക്രമണത്തിന് പിന്നിൽ ഗൂഢാലോചന നടന്നുവെന്ന് വിലയിരുത്തൽ. ശബരിമല നെയ്ക്രമക്കേട് കേസിൽ വിജിലൻസ് FIRലെ വിവരങ്ങൾ അമൃത ന്യൂസിന്. PS പ്രശാന്തും അജികുമാറും അന്യായമായ ലാഭമുണ്ടാക്കണമെന്ന ഉദ്ദേശത്തോടെ പ്രവർത്തിച്ചുവെന്ന് FIR. മിൽമയ്ക്ക് കരാർ നൽകിയത് ദേവസ്വം കമ്മീഷണറുടെ എതിർപ്പ് അവഗണിച്ച് ദേവസ്വം ബോർഡിന് പ്രതികൾ 2.27 കോടിയുടെ നഷ്ടമുണ്ടാക്കിയെന്നും FIR. ജന്തർ മന്ദിറിലെ പോലീസ് നടപടിയിൽ ആഭ്യന്തരമന്ത്രി അമിത്ഷാ മറുപടി പറയണമെന്ന് ആവശ്യപ്പെട്ട് പ്രതിഷേധം കടുപ്പിക്കാൻ പ്രതിപക്ഷം. പാർലമെന്റ് ഇന്നും സ്തംഭിപ്പിക്കും. അയോധ്യ സംഭാവന ക്രമക്കേടിലും ചർച്ച ആവശ്യപ്പെടും. FCRA ഭേദഗതി ബില്ലിൽ ചർച്ച ബുധനാഴ്ച. हमारा काम है आत्मनिर्भर भारत बनाने के लिए हमारे इन छोटे गरीब परिवारों को भी आर्थिक रूप से समृद्ध करना। आइए हम स्वयं हैंडलूम से कुछ न कुछ खरीदें. ദേശീയ കൈത്തറി ദിനത്തിൽ ഇൻസ്റ്റാഗ്രാം വീഡിയോയിലൂടെ യുവാക്കളോട് ഗെറ്റ് റെഡി വിത്ത് മീ ആഹ്വാനവുമായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ഫ്രണ്ട്ഷിപ്പ് ഡേ ആഘോഷിക്കുന്ന അതേ ആവേശത്തോടെ കൈത്തറി ദിനവും ആഘോഷിക്കാൻ യുവജനങ്ങളോട് പ്രധാനമന്ത്രി. കൈത്തറി ഉൽപ്പന്നങ്ങൾ വാങ്ങുന്നത് സാംസ്കാരിക പൈതൃകം സംരക്ഷിക്കാനും നെയ്ത്തുകാരുടെ ഉപജീവനമാർഗം ശക്തിപ്പെടുത്താനും സഹായിക്കുമെന്ന് പ്രധാനമന്ത്രി. ഇന്ത്യയുടെ ശ്രീലങ്ക പര്യടനത്തിലെ സന്നാഹ മത്സരം ഇന്നു മുതൽ കൊളംബോയിൽ. ത്രിദിന മത്സരത്തിൽ ശ്രീലങ്ക ക്രിക്കറ്റ് ബോർഡ് 11 നേരിടും. പരിക്കുമാറിയ സായി സുദർശൻ നാളെ ടീമിനൊപ്പം ചേരും. ടെസ്റ്റ് പരമ്പരയിലെ ആദ്യ മത്സരം ഓഗസ്റ്റ് 15 മുതൽ ഗാലയിൽ. ശബരിമല നെയ്ക്രമക്കേട് സംബന്ധിച്ച റിപ്പോർട്ടിലേക്കാണ് പോകുന്നത്. ശബരിമല നെയ്ക്രമക്കേടിൽ വിജിലൻസ് FIRൽ ഞെട്ടിക്കുന്ന വിവരങ്ങളാണ് പുറത്തു വന്നിരിക്കുന്നത്. ആ വിവരങ്ങൾ അമൃത ന്യൂസിന് ലഭിച്ചു. PS പ്രശാന്തും അജികുമാറും അന്യായമായ ലാഭം ഉണ്ടാക്കണമെന്ന ഉദ്ദേശത്തോടെ പ്രവർത്തിച്ചുവെന്നാണ് FIRൽ വ്യക്തമാക്കുന്നത്. ഇരുവരും ചേർന്ന് ഉയർന്ന വിലയ്ക്ക് മിൽമയിൽ നിന്നും നെയ്യ് വാങ്ങാൻ അനുവാദം നൽകി. ദേവസ്വം കമ്മീഷണറുടെ എതിർപ്പൊക്കെ അവഗണിച്ചാണ് മിൽമയ്ക്ക് ഈ കരാർ നൽകിയത്. ഇതിന്റെ വിവരങ്ങളുമായി എബി ജോൺ തോമസ് ചേരുന്നുണ്ട്. എബി, ഞെട്ടിക്കുന്ന വിവരങ്ങളാണ് ഈ FIRൽ പുറത്തു വന്നിട്ടുള്ളത്. ദേവസ്വം ബോർഡ് ഇതിൽ നിന്ന് ഒഴിഞ്ഞു മാറാൻ പറ്റില്ല. ദേവസ്വം ബോർഡിന് വലിയൊരു വീഴ്ച സംഭവിച്ചിട്ടുണ്ട് എന്ന് ഇപ്പോഴത്തെ ദേവസ്വം വകുപ്പ് മന്ത്രി വ്യക്തമാക്കിയിരുന്നു. എന്തൊക്കെയാണ് ഈ FIRൽ ഈ നെയ് ക്രമക്കേടുമായി ബന്ധപ്പെട്ട് പ്രാഥമികമായി പറയുന്നത്? ഈ ഗുരുതരമായിട്ടുള്ള കണ്ടെത്തലുകളാണ് ഇത്തരത്തിൽ ഈ നെയ് ക്രമക്കേടുമായി, ശബരിമലയിലെ നെയ് ക്രമക്കേടുമായി ബന്ധപ്പെട്ടുണ്ടായിരിക്കുന്ന ആ സംഭവത്തിൽ ഉണ്ടായിരിക്കുന്നത് എന്നുള്ളതാണ് FIRലെ വിവരങ്ങൾ ചൂണ്ടിക്കാണിക്കുന്നത്. വലിയ രീതിയിലുള്ള ഒരു അഴിമതി ഇതുമായി ബന്ധപ്പെട്ട് നടന്നിട്ടുണ്ട്. ദേവസ്വം ബോർഡിന് ഒരിക്കലും ഇതിനകത്ത് ഒഴിഞ്ഞു മാറാൻ കഴിയില്ല എന്നുള്ളതാണ് ഈ റിപ്പോർട്ടിലും വ്യക്തമാക്കുന്ന ഒരു കാര്യം. ഇതിൽ PS പ്രശാന്തും അജികുമാറും അന്യായമായിട്ടുള്ള ലാഭം ഉണ്ടാക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ശ്രമങ്ങളാണ് അവരുടെ ഭാഗത്തു നിന്നും ഉണ്ടായത്. ആ നിലയ്ക്കുള്ള കാര്യങ്ങളാണ് ഈ നെയ്
ക്രമക്കേട് അല്ലെങ്കിൽ അതിനുള്ള കരാറ് മിൽമയുമായി ഒപ്പിടുന്ന സമയത്തും അത് തുടർന്നുകൊണ്ട് പോകുന്ന സമയത്തുമൊക്കെ തന്നെ ഇവരുടെ ഭാഗത്തു നിന്നും ഉണ്ടായത് എന്നുള്ളതാണ് ഈ FIR വിവരങ്ങളിൽ നിന്നും വ്യക്തമാകുന്നത്. ഇരുവരും ചേർന്ന് ഉയർന്ന വിലയ്ക്ക് മിൽമയ്ക്ക് കരാർ നൽകുന്ന നടപടിയാണ് സ്വീകരിച്ചിരിക്കുന്നത്. അത് മിൽമയിൽ നിന്നും ഇത്തരത്തിൽ നെയ്യ് വാങ്ങുന്നതിനുള്ള അനുവാദം ഇത്തരത്തിൽ ഇവർ നൽകുകയായിരുന്നു എന്നുള്ളതാണ്. ഏതാണ്ട് 2.27 കോടി രൂപയുടെ നഷ്ടമാണ് ഈ ഒരു കരാറ് മിൽമയുമായി ഉണ്ടാക്കിയത് മൂലം ദേവസ്വം ബോർഡിന് നഷ്ടമായിരിക്കുന്നത് എന്നുള്ളതാണ് ഈ FIRൽ ചൂണ്ടിക്കാണിക്കുന്ന പ്രധാനപ്പെട്ട മറ്റൊരു കാര്യമെന്ന് പറയുന്നത്. ഒപ്പം മിൽമയ്ക്ക് ഇങ്ങനെ ഒരു കരാർ നൽകിയ ദേവസ്വം കമ്മീഷണർ ഇതുമായി ബന്ധപ്പെട്ട എതിർപ്പ് ഉന്നയിച്ചിരുന്നു. ആ ദേവസ്വം കമ്മീഷണറുടെ എതിർപ്പ് പോലും മറികടന്നുകൊണ്ടാണ് ഇങ്ങനെ മിൽമയ്ക്ക് ഈ നെയ്യുമായി ബന്ധപ്പെട്ട കരാർ നൽകുന്നതിനുള്ള തീരുമാനത്തിലേക്ക് ദേവസ്വം ബോർഡ് എത്തിയത് എന്നുള്ളതാണ് ഈ FIRൽ ചൂണ്ടിക്കാണിക്കുന്ന മറ്റൊരു പ്രധാനപ്പെട്ട വിഷയമെന്ന് പറയുന്നത്. മുരാരി ബാബു മിൽമയ്ക്ക് അനുകൂലമായിട്ടുള്ള റിപ്പോർട്ട് തയ്യാറാക്കിയത് ശാസ്ത്രീയമായിട്ടുള്ള ഒരു അടിസ്ഥാനവുമില്ലാതെ ഒരു പരിശോധനകളും ഇല്ലാതെയാണ് അത്തരത്തിൽ ഒരു റിപ്പോർട്ട് ഈ മിൽമയ്ക്ക് അനുകൂലമായി മിൽമയിൽ നിന്നും നെയ്യ് വാങ്ങാം എന്നുള്ള കാര്യത്തെക്കുറിച്ചുള്ള അനുകൂല റിപ്പോർട്ട് നൽകുന്നത് ഒരു തരത്തിലുള്ള പരിശോധനകളോ കൂടിയാലോചനകളോ ഇല്ലാതെയാണ് എന്നുള്ളതാണ് ഈ FIRൽ പറയുന്ന മറ്റൊരു പ്രധാനപ്പെട്ട വിഷയമെന്ന് പറയുന്നത്. ഒപ്പം തന്നെ ഭക്തർ നൽകിയിട്ടുള്ള നെയ്യും ഈ ശബരിമലയിൽ ഉപയോഗിച്ചിട്ടുണ്ട്. അതോടൊപ്പം തന്നെ മിൽമയിൽ നിന്ന് വാങ്ങിയിട്ടുള്ള നെയ്യും ഉപയോഗിച്ചിട്ടുണ്ട്. ഇതുമായി ബന്ധപ്പെട്ട് ഫുഡ് സേഫ്റ്റി വകുപ്പിന്റെ ഒരു തരത്തിലുള്ള പരിശോധനകളോ റിപ്പോർട്ടുകളോ ഒന്നും തന്നെ ഉണ്ടായിരുന്നില്ല എന്നതും ഇതിൽ ചൂണ്ടിക്കാണിക്കുന്ന മറ്റൊരു ഗുരുതരമായിട്ടുള്ള വിഷയമാണ്. നടപടിക്രമങ്ങളെക്കുറിച്ച് മതിയായിട്ടുള്ള ഒരു തരത്തിലുള്ള രേഖകളും ഇവർ സൂക്ഷിച്ചിട്ടില്ല എന്നുള്ളതാണ് മറ്റൊരു കണ്ടെത്തലായി ചൂണ്ടിക്കാണിക്കുക. എന്തായാലും PS പ്രശാന്തും ഒപ്പം തന്നെ മുരാരി ബാബു റിപ്പോർട്ട്, ഒപ്പം അജികുമാർ, ഈ അജികുമാറിൻ്റെയും PS പ്രശാന്തിൻ്റെയും കൃത്യമായിട്ടുള്ള ഇടപെടൽ ഇതിനകത്തുണ്ടായിട്ടുണ്ട് എന്നുള്ളതാണ് ഈ റിപ്പോർട്ടിൽ ഈ FIRൽ ചൂണ്ടിക്കാണിക്കുന്ന കാര്യമെന്ന് പറയുന്നത്. അതിൽ ഇത്തരത്തിൽ ഗുരുതരമായിട്ടുള്ള വിവരങ്ങൾ തന്നെയാണ് വരുന്നത്. 2.27 കോടി രൂപയുടെ നഷ്ടം ദേവസ്വം ബോർഡിന് ഇതുവഴി ഉണ്ടായിട്ടുണ്ട് എന്നും ഈ റിപ്പോർട്ടിൽ അല്ലെങ്കിൽ ഈ FIRന്റെ വിവരങ്ങളിൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നുണ്ട്. അമ്പിളി, എബി സൂചിപ്പിച്ച പോലെ തന്നെ ഈ ഹൈക്കോടതിയുടെ നിർദ്ദേശപ്രകാരം പ്രത്യേക അന്വേഷണ സംഘമാണ് ഇപ്പോൾ ഇത് അന്വേഷിക്കുന്നത്. ഈ PS പ്രശാന്തും അജികുമാറും ഒക്കെ ഇതിൽ പ്രതികളാകും. ഏത് തരത്തിലുള്ള ഒരു ഇടപെടലാണ് മുൻ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് ഉണ്ടാക്കിയിട്ടുള്ളത്? ഈ അന്യായമായ ലാഭം കൊയ്യാൻ വേണ്ടി ഇവരുടെ ഇടപെടൽ നടത്തുമ്പോൾ എത്രത്തോളം വലിയ ഒരു സാമ്പത്തിക നഷ്ടം അല്ലെങ്കിൽ ആ ഒരു രീതിയിലൊക്കെ എങ്ങനെയാണ് ഈ FIR വ്യക്തമാക്കുന്നത്? ഗുരുതരമായിട്ടുള്ള സാമ്പത്തിക ക്രമക്കേട് ഇതുമായി ബന്ധപ്പെട്ട് നടന്നിട്ടുണ്ട് എന്നുള്ളതാണ് പ്രാഥമികമായിട്ടുള്ള കണ്ടെത്തൽ. അത് തന്നെയാണ് ഇതിൻ്റെ ഒരു പ്രാഥമികമായിട്ടുള്ളൊരു കണ്ടെത്തലിൻ്റെ അടിസ്ഥാനത്തിലാണ് 2.27 കോടി രൂപയുടെ നഷ്ടം ദേവസ്വം ബോർഡിന് ഉണ്ടാക്കിയിട്ടുണ്ട് ഇവരുടെ ഈ ഇടപെടൽ എന്നുള്ളതാണ് പ്രധാനമായും ഇതിൽ ചൂണ്ടിക്കാണിക്കുന്ന ഒരു കാര്യമെന്ന് പറയുന്നത്. മിൽമയുമായി ആ നിലയ്ക്ക് ഒരു കരാറിലേക്ക് വരുമ്പോൾ അതിനേക്കാൾ കുറഞ്ഞ തുകയ്ക്ക് ശബരിമലയിലേക്ക് നെയ്യ് നൽകാമെന്ന് ചില കമ്പനികൾ പറഞ്ഞിരുന്നു. അവരുടെ ആ ഒരു കൊട്ടേഷൻ ഉൾപ്പെടെ മാറ്റിവെച്ചുകൊണ്ടാണ് മിൽമ ഇങ്ങനെയൊരു കൊട്ടേഷൻ നൽകുകയും അവിടേക്ക് മിൽമയിൽ നിന്ന് ആ കരാറിലേക്ക് എത്തുകയും ചെയ്യുന്നത് എന്നുള്ളതാണ്. അവിടെ തന്നെ ആരംഭിക്കുകയാണ് ഇതിന്റെ സാമ്പത്തിക ക്രമക്കേടും ഒപ്പം തന്നെ ഏതെങ്കിലും വിധത്തിൽ ലാഭമുണ്ടാക്കാനുള്ള ശ്രമത്തിന്റെ ഭാഗമായിട്ടുള്ള നടപടികളും എന്നുള്ളതാണ് നമുക്ക് പ്രാഥമികമായി മനസ്സിലാക്കുന്ന ഒരു കാര്യം. ഇതിൽ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് ആയിരുന്ന പ്രശാന്ത് ഉൾപ്പെടെയുള്ള ആളുകളുടെ പങ്ക് വ്യക്തമായിട്ടുണ്ട്. അതിൻ്റെയൊക്കെ അടിസ്ഥാനത്തിൽ കൂടിയാണ് അവരെ പ്രതി ചേർക്കുകയും ഇപ്പോൾ അവർ ജയിലിലായിരിക്കുകയും ചെയ്യുന്ന സാഹചര്യം ഉണ്ടായിരിക്കുന്നത്. ആ നിലയ്ക്കുള്ള നടപടിക്രമങ്ങൾ ഇവരുടെ ഭാഗത്തുനിന്നുണ്ടായി. ഒരു തരത്തിലുള്ള രേഖകളും ഇതുമായി ബന്ധപ്പെട്ട് സൂക്ഷിക്കേണ്ട രേഖകൾ ഉണ്ടായിരുന്നു. അതൊന്നും തന്നെ സൂക്ഷിക്കാനായിട്ട് തയ്യാറായിട്ടില്ല. പരിശോധനകൾ അത് വ്യക്തമാവുകയും ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ്. ഒപ്പം തന്നെ മുരാരി ബാബുവാണ് ഇതുമായി ബന്ധപ്പെട്ട റിപ്പോർട്ട് തയ്യാറാക്കിയത്. ആ റിപ്പോർട്ട് തയ്യാറാക്കുന്ന പശ്ചാത്തലത്തിൽ പോലും ദേവസ്വം കമ്മീഷൻ ഉൾപ്പെടെയുള്ള ആളുകൾ ഇതിനെ എതിർത്തിരുന്നു എങ്കിലും ആ എതിർപ്പ് പോലും മറികടന്നുകൊണ്ടുള്ള നടപടികളിലേക്കാണ് കടന്നത്. അതുകൊണ്ട് തന്നെ ഇവരുടെ ഒരു ലാഭേച്ഛ തന്നെയാണ് ഇതിനകത്ത് ഉണ്ടായിരുന്നത് എന്നുള്ളതാണ് പ്രധാനമായും ചൂണ്ടിക്കാണിക്കുന്ന ഒരു വിഷയമെന്ന് പറയുന്നത്. എന്തായാലും PS പ്രശാന്തിനും ഒപ്പം തന്നെ അജികുമാറിനും ഒന്നും തന്നെ ഇവരുടെ ഈ ഒരു ആരോപണത്തിൽ നിന്നും ഒഴിഞ്ഞു മാറാൻ ഒരു തരത്തിലും കഴിയില്ല എന്നുള്ളതാണ്. കാരണം ദേവസ്വം ബോർഡ് പ്രസിഡന്റും അജികുമാർ ഉൾപ്പെടെയുള്ള ആളുകളും ഇതിനകത്ത് കൃത്യമായ രീതിയിൽ ഇടപെടൽ നടത്തിയിട്ടുണ്ട്. അതിന്റെ അടിസ്ഥാനത്തിൽ കൂടിയാണ് ഈ കരാർ മിൽമയ്ക്ക് ലഭിക്കുന്ന സാഹചര്യം ഉണ്ടായത്. തുടർന്നാണ് ഇത്തരത്തിൽ 2.27 കോടി രൂപയുടെ വലിയ നഷ്ടം ദേവസ്വം ബോർഡിന് ഉണ്ടാകുന്ന ഒരു നിലയിലേക്ക് കാര്യങ്ങൾ എത്തുകയും ചെയ്തിരിക്കുന്നത് എന്നുള്ളതാണ്. എന്തായാലും SIT രൂപീകരിക്കാനുള്ള നിർദ്ദേശം നൽകിയത് ഹൈക്കോടതിയാണ്. ഹൈക്കോടതിയുടെ മേൽനോട്ടത്തിലാണ് ഈ വിഷയങ്ങളൊക്കെ തന്നെയും ഉണ്ടാകുന്നത്. ദേവസ്വം ബോർഡിന് ഈ ഒരു വിഷയത്തിൽ നിന്നും ഒഴിഞ്ഞു മാറാൻ കഴിയില്ല എന്ന് തന്നെ സുനിശ്ചയം നമുക്ക് പറയാൻ കഴിയും. അമ്പിളി.
ശരി, ശബരിമല നെയ്ക്രമക്കേടിലും മുൻ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് PS പ്രശാന്തും അജികുമാറും ഒക്കെ പ്രതികളാകുമെന്ന റിപ്പോർട്ടുകൾ വന്നിരുന്നു. ആ ക്രമക്കേടിലെ വിജിലൻസ് FIRലെ വിവരങ്ങളാണ് ഇപ്പോൾ പുറത്തു വന്നിട്ടുള്ളത്. PS പ്രശാന്തും അജികുമാറും അന്യായമായ ലാഭം ഉണ്ടാക്കണമെന്ന ഉദ്ദേശത്തോടു കൂടി ഇതിൽ ഇടപെട്ടു എന്നുള്ളതാണ് FIRലെ പ്രാഥമികമായ കണ്ടെത്തൽ. ഇരുവരും ചേർന്ന് ഉയർന്ന വിലയ്ക്ക് മിൽമയിൽ നിന്ന് നെയ്യ് വാങ്ങാൻ അനുവാദം നൽകി ദേവസ്വം കമ്മീഷണറുടെ എതിർപ്പൊക്കെ അവഗണിച്ചാണ് മിൽമയ്ക്ക് കരാർ നൽകിയത് എന്ന വിവരങ്ങളൊക്കെ പ്രാഥമിക റിപ്പോർട്ടിലുണ്ട്. ഹൈക്കോടതിയുടെ നിർദ്ദേശപ്രകാരമാണ് ഈ കേസ് പ്രത്യേക അന്വേഷണ സംഘം അന്വേഷിക്കുന്നത്. ഇതിലെ FIR ആണ് ഇപ്പോൾ പുറത്തു വന്നിട്ടുള്ളത്. വിവരങ്ങൾ നൽകുകയായിരുന്നു എബി ജോൺ തോമസ്. ഇനി മറ്റു വാർത്തയിലേക്ക് പോവുകയാണെങ്കിൽ ED ഉദ്യോഗസ്ഥരെ ആക്രമിച്ച കേസിൽ CPM ഉന്നത നേതാക്കളും ചോദ്യമുനയിലേക്ക് വരുന്നു എന്നുള്ളതാണ്. സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ, ജോൺ ബ്രിട്ടാസ് MP തുടങ്ങിയവർക്ക് നോട്ടീസ് അയക്കാൻ അന്വേഷണ സംഘം തയ്യാറെടുക്കുകയാണ്. ആക്രമണത്തിന് പിന്നിൽ ഗൂഢാലോചന നടന്നുവെന്ന് വിലയിരുത്തിയ അന്വേഷണ സംഘം. വിവരങ്ങളുമായി എബി ഒരിക്കൽ കൂടി ചേരുന്നുണ്ട്. എബി, ഈ ആക്രമണത്തിന് പിന്നിൽ ഗൂഢാലോചനയുണ്ട് എന്ന് ED നേരത്തെ തന്നെ വിലയിരുത്തിയതാണ്. ഇപ്പോൾ അന്വേഷണം മറ്റൊരു ഘട്ടത്തിലേക്ക് നീങ്ങുന്നു എന്ന് പറയാം. പ്രത്യേകിച്ച് CPMന്റെ ഉന്നത നേതൃത്വത്തിലേക്ക് ചോദ്യം ചെയ്യൽ നീളുകയാണ്. തീർച്ചയായും CPMന്റെ ഉന്നത നേതാക്കളെ ചോദ്യമുനയിലേക്ക് എത്തിക്കുക എന്നുള്ളത് തന്നെയാണ് പ്രധാനമായും ഈ ഒരു നടപടിയിലൂടെ ഉദ്ദേശിക്കുന്നത്. MV ഗോവിന്ദൻ ഉൾപ്പെടെയുള്ള സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ, ജോൺ ബ്രിട്ടാസ് MP, ഒപ്പം തന്നെ വിജയകുമാർ ഉണ്ടായിരുന്നു അവിടെ. അങ്ങനെ മുതിർന്ന നേതാക്കളൊക്കെ തന്നെയും ചോദ്യമുനയിലേക്ക് വരുന്നു എന്നുള്ളതാണ്. മെയ് 28-ാം തീയതിയാണ് ഇത്തരത്തിൽ ED ഉദ്യോഗസ്ഥർക്ക് നേരെ വലിയ രീതിയിലുള്ള ആക്രമണം ഉണ്ടാകുന്നത്. പിണറായി വിജയന്റെ വീട്ടിൽ നിന്നും റെയ്ഡ് കഴിഞ്ഞ് ഇറങ്ങുന്ന ഘട്ടത്തിലാണ് അവർക്കെതിരെ ഇത്തരത്തിൽ ഒരു വലിയ ആക്രമണം ഉണ്ടാകുന്നത്. ഏതാണ്ട് 8 മണിക്കൂറോളം നീണ്ടു റെയ്ഡ്. ആ ഘട്ടത്തിൽ വലിയ രീതിയിൽ CPM പ്രവർത്തകർ അവിടെ തടിച്ചുകൂടുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. അതിനെ തുടർന്നാണ് ഈ ഒരു വലിയ ആക്രമണത്തിലേക്ക് കാര്യങ്ങൾ എത്തുകയും ചെയ്തിരിക്കുന്നത്. അതിന്റെ പശ്ചാത്തലത്തിലാണ് അതിന് ഈ ആളുകൾ സംഘം ചേരുന്നതിനൊക്കെ തന്നെയും ഒരു വലിയ ഗൂഢാലോചനയുടെ അതിൻ്റെ ഭാഗമായി തന്നെ ഉണ്ടായിട്ടുണ്ട് എന്നുള്ളതാണ് പ്രാഥമികമായും ED അന്നും വിലയിരുത്തിയത്, അന്വേഷണ സംഘവും വിലയിരുത്തിയിരിക്കുന്നത്. ഇപ്പോൾ നിലവിലുള്ളത് എന്ന് പറയുന്നത് ഈ ED ഉദ്യോഗസ്ഥരെ ആക്രമിച്ചു എന്നുള്ളത് ആ വിഷയത്തിൽ പോലീസ് എടുത്തിരിക്കുന്ന കേസാണ്. ആ കേസിലാണ് ഇത്തരത്തിൽ ഒരു നടപടിയിലേക്ക് പോലീസ് കടക്കുന്നത് എന്നുള്ളതാണ്. ഇപ്പോൾ നമ്മൾ പറഞ്ഞതുപോലെ തന്നെ MV ഗോവിന്ദനൊപ്പം തന്നെ ബിനീഷ് കൊടിയേരി, ജോൺ ബ്രിട്ടാസ് MP തുടങ്ങിയിട്ടുള്ള ആളുകളൊക്കെ തന്നെയാണ് ഇനിയിപ്പോൾ ചോദ്യമുനയിലേക്ക് വരിക എന്നുള്ളതാണ്. ഇവർക്കുള്ള നോട്ടീസ് അന്വേഷണ സംഘം അയച്ചു തുടങ്ങിയിട്ടുണ്ട്. കഴിഞ്ഞ ദിവസം ബിനീഷ് കൊടിയേരിക്ക് നോട്ടീസ് ലഭിച്ചിരുന്നു. ബിനീഷ് കൊടിയേരിയുടെ ഫോൺ രേഖകൾ ഉൾപ്പെടെ അന്വേഷണ സംഘം പരിശോധിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാകുന്ന ഒരു കാര്യം. കാരണം ഈ കേസുമായി ബന്ധപ്പെട്ട് 26 പേരെ പ്രതി ചേർക്കുകയും 25 പേരെ അറസ്റ്റ് ചെയ്യുകയും ചെയ്തിരുന്നു. അവർക്കൊക്കെ തന്നെ ജാമ്യം കിട്ടിയിട്ടുണ്ടെങ്കിലും ഈ അറസ്റ്റിലായിട്ടുള്ള ആളുകളൊക്കെ തന്നെയും ബിനീഷ് കൊടിയേരിയുടെ അടുത്ത സുഹൃത്തുക്കൾ തന്നെയാണ്. ഈ സംഭവം നടക്കുന്ന സമയത്ത് ബിനീഷ് കൊടിയേരി ഒരിക്കലും CPMന്റെ ഭാഗമായിരുന്നില്ല, മെമ്പർഷിപ്പ് ഉണ്ടായിരുന്നില്ല. അതിനുശേഷമാണ് CPM മെമ്പറായി ഇയാൾ മാറുന്ന ഒരു നിലയിലേക്ക്, അല്ലെങ്കിൽ മെമ്പർഷിപ്പ് ലഭിക്കുന്ന ഒരു സ്ഥിതിയിലേക്ക് എത്തുകയും ചെയ്തിരുന്നത്. ഈ ആളുകളെയൊക്കെ തന്നെയും ബിനീഷ് കൊടിയേരി വിളിച്ചിട്ടുണ്ട് ആ ദിവസം എന്നുള്ളതാണ് പ്രധാനമായും ഒരു വിലയിരുത്തൽ അന്വേഷണ സംഘത്തിന്റെ ഭാഗത്തു നിന്നും ഉണ്ടായിരിക്കുന്നത്. ആ നിലയ്ക്കുള്ള കാര്യങ്ങൾ കൂടി അന്വേഷണ പരിധിയിലേക്ക് വരുന്നു. ഈ കേസിലെ കുറ്റപത്രം സമർപ്പിക്കാൻ ഇനി വളരെ കുറച്ച് ദിവസങ്ങൾ മാത്രമേ ഉള്ളൂ. ഈ കുറ്റപത്രം സമർപ്പിക്കുന്ന ഘട്ടത്തിൽ ഗൂഢാലോചന ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ നടന്നിട്ടുണ്ട് എന്നുള്ള കാര്യം സ്ഥാപിക്കുക എന്നത് അന്വേഷണ സംഘത്തിന്റെ പ്രധാനപ്പെട്ട ഒരു ലക്ഷ്യം കൂടിയാണ്. ആ നിലയ്ക്കുള്ള നടപടിക്രമങ്ങളുമായി ബന്ധപ്പെട്ടാണ് മുന്നോട്ട് പോകുന്നത്. എന്തായാലും ഈ വിഷയത്തെ രാഷ്ട്രീയമായും നിയമപരമായും നേരിടും എന്ന് തന്നെയാണ് CPM വ്യക്തമാക്കിയിരിക്കുന്നത്. അമ്പിളി. ശരി, ED ഉദ്യോഗസ്ഥരെ ആക്രമിച്ച കേസിൽ CPM ഉന്നത നേതാക്കളും ചോദ്യമുനയിലേക്ക്. അന്വേഷണം മറ്റൊരു ഘട്ടത്തിലേക്ക് നീങ്ങുകയാണ്. സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ, ജോൺ ബ്രിട്ടാസ് MP തുടങ്ങിയവർക്കൊക്കെ നോട്ടീസ് അയക്കാനാണ് അന്വേഷണ സംഘത്തിന്റെ തീരുമാനം. കാരണം ഇത്തരത്തിലൊരു ആക്രമണം നടന്നതിന് പിന്നിൽ വലിയ ഗൂഢാലോചന നടന്നു എന്ന വിലയിരുത്തൽ EDക്കും അതുപോലെ തന്നെ അന്വേഷണ സംഘത്തിനൊക്കെ ഉണ്ടായിരുന്നു. അതിന്റെ വിശദാംശങ്ങളാണ് എബി ജോൺ തോമസ് നൽകിയത്. സംസ്ഥാനത്ത് ഇന്നും മഴ മുന്നറിയിപ്പുണ്ട്. മഴ സംബന്ധിച്ച റിപ്പോർട്ടുകളിലേക്കാണ് ഇനി അടുത്തത്. സംസ്ഥാനത്ത് കനത്ത മഴ തുടരും. കോട്ടയം ജില്ലയിൽ അടുത്ത 3 മണിക്കൂർ റെഡ് അലേർട്ടാണ്. കണ്ണൂരിൽ ജാഗ്രതാ നിർദ്ദേശം. കണ്ണൂർ, കാസർഗോഡ്, കോട്ടയം, പത്തനംതിട്ട, വയനാട്, ആലപ്പുഴ, എറണാകുളം, ഇടുക്കി ജില്ലകളിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കൊക്കെ ഇന്ന് അവധി പ്രഖ്യാപിച്ചിട്ടുണ്ട്. തൃശ്ശൂരിൽ ക്യാമ്പുകൾ പ്രവർത്തിക്കുന്ന വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും അവധിയാണ്. ഒപ്പം തന്നെ ഡാമുകളിലും അലർട്ടുണ്ട്. കല്ലാർകുട്ടി, ലോവർ പെരിയാർ, പെരിങ്ങൽകൂത്ത് ഡാമുകളിലൊക്കെ റെഡ് അലേർട്ടാണ്. കോട്ടയത്ത് പടിഞ്ഞാറൻ മേഖലയിൽ ഇന്നലെ രാത്രി മുതൽ തുടരുന്ന അതിശക്തമായ മഴയ്ക്കൊപ്പം ജലനിരപ്പൊക്കെ ഉയർന്നു നിൽക്കുകയാണ്. ജലനിരപ്പ് താഴാത്തതോടെ ദുരിതാശ്വാസ ക്യാമ്പുകളിലേക്ക് കൂടുതൽ ആളുകൾ എത്തിയിട്ടുണ്ട്. ആലപ്പുഴയിലും മഴക്കെടുതി മൂലമുള്ള ദുരിതം തുടരുകയാണ്.
പ്രശാന്ത് ജോസഫും കിരൺകുമാറും അനഘ റീജ ഭരതനൊക്കെ വിവരങ്ങളുമായി ചേരുന്നുണ്ട്. ആദ്യം പ്രശാന്ത് ജോസഫിലേക്കാണ്. പ്രശാന്ത്, സംസ്ഥാനത്ത് ഇന്ന് ഓറഞ്ച് അലേർട്ട് ആണ് 8 ജില്ലകളിലുള്ളത്. ഇതിൽ ഏറ്റവും പ്രധാനം കോട്ടയത്തേക്ക് വരികയാണെങ്കിൽ അടുത്ത 3 മണിക്കൂറിൽ റെഡ് അലേർട്ടാണ്. രാത്രിയൊക്കെ ശക്തമായ മഴ പലയിടങ്ങളിലും ഉണ്ടായിരുന്നു. എങ്ങനെയാണ് രാവിലെ ഒരു നിലവിലെ സാഹചര്യം? അമ്പിളി, തീർച്ചയായും കോട്ടയം ജില്ലയിൽ ഇപ്പോൾ നമ്മൾ സംസാരിക്കുന്ന ഈ സമയം റെഡ് അലർട്ട് നിലനിൽക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയം. കോട്ടയം ജില്ലയിൽ ഇന്നലെ തന്നെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് അവധി പ്രഖ്യാപിച്ചിരുന്നു. അതേപോലെ തന്നെ കോട്ടയം ജില്ലയുടെ കിഴക്കൻ മേഖലയിലടക്കം ഇന്നലെ രാത്രി ശക്തമായ മഴയുണ്ടായിരുന്നു. ഇടവിട്ട മഴയായിരുന്നു എന്നതുകൊണ്ട് വലിയ അപകട സാധ്യതകൾ നിലവിലില്ല. എന്നാൽ പുലർച്ചയോടുകൂടി റെഡ് അലർട്ട് പ്രഖ്യാപിച്ചു. വരും മണിക്കൂറുകളിൽ ശക്തമായ മഴ ഉണ്ടാകുമെന്നുള്ള ഒരു മുന്നറിയിപ്പ് തന്നെയാണ് വന്നിരിക്കുന്നത്. അതേപോലെ തന്നെ പടിഞ്ഞാറൻ മേഖലയിൽ ഇപ്പോഴും ജലനിരപ്പ് കാര്യമായ മാറ്റമില്ലാതെ തുടരുകയാണ്. കഴിഞ്ഞ ദിവസങ്ങളിൽ ഏറ്റവും ജലനിരപ്പ് ഉയർന്നു നിന്നിരുന്ന സാഹചര്യത്തിൽ നിന്നും ഏകദേശം 3 അടിയോളം മാത്രമാണ് ജലനിരപ്പ് താഴ്ന്നിരിക്കുന്നത്. ഇന്നലെ പുലർച്ചയ്ക്ക് ശേഷം കാര്യമായ ജലനിരപ്പ് താഴ്ന്നിട്ടില്ല. അതേസമയം 151 ക്യാമ്പുകൾ വരെ ജില്ലയിൽ തുറന്നിരുന്നു. അതിപ്പോൾ 134 കുറഞ്ഞിട്ടുണ്ട്. അതേസമയം ക്യാമ്പുകളിൽ കഴിയുന്നവരുടെ എണ്ണം വർദ്ധിച്ചിരിക്കുക തന്നെയാണ്. കഴിഞ്ഞ ദിവസം 151 ക്യാമ്പുകൾ ഉണ്ടായിരുന്ന സമയത്ത് 10,000-ൽ താഴെ ആളുകളാണ് ക്യാമ്പിൽ ഉണ്ടായിരുന്നതെങ്കിൽ ഇപ്പോൾ 12,000-ൽ പരം ആളുകൾ ക്യാമ്പുകളിൽ കഴിയുന്ന ഒരു സാഹചര്യം തന്നെയാണ്. കാരണം മറ്റൊന്നുമല്ല, കുറച്ച് ദിവസങ്ങളായി വെള്ളക്കെട്ട് തുടരുന്നതിനാൽ വീടുകളിൽ കഴിഞ്ഞ് വന്നിരുന്നവർക്ക് വീണ്ടും വീടുകളിൽ തന്നെ തുടരാൻ കഴിയാത്ത സാഹചര്യത്തിൽ അവർ ക്യാമ്പുകളിലേക്ക് എത്തുന്ന ഒരു കാഴ്ച തന്നെയാണ്. പടിഞ്ഞാറൻ മേഖലയിൽ ഇന്നലെ പല വീടുകളിലേക്കും ജലനിരപ്പ് വെള്ളം താഴ്ന്ന വീടുകളിലേക്ക് ആളുകൾ മടങ്ങിയെത്തുന്നത് നമുക്ക് കാണാൻ കഴിഞ്ഞിരുന്നു. ആളുകൾ വീടുകൾ ശുചീകരിച്ച് വീടുകളിലേക്ക് മടങ്ങാനുള്ള ഒരു തയ്യാറെടുപ്പിൽ തന്നെയായിരുന്നു. കൂടുതൽ ആളുകൾ ഇന്നും നാളെയും ഒക്കെയായി വീടുകളിലേക്ക് മടങ്ങുമെന്ന് പ്രതീക്ഷിച്ചിരിക്കുകയാണ്. വീണ്ടും മഴ ശക്തമാവുകയും റെഡ് അലർട്ട് വരികയും ഒക്കെ ചെയ്തിരിക്കുന്നത്. ജലനിരപ്പ് താഴാതെ നിലനിൽക്കുകയും ചെയ്യുന്ന ഒരു സാഹചര്യത്തിൽ തീർച്ചയായും അത് ആളുകളെ വലിയ തോതിൽ ബുദ്ധിമുട്ടിലാക്കുന്ന ഒരു സാഹചര്യം തന്നെയാണ്. ഇന്നലെ മന്ത്രിമാരായ മോൻസ് ജോസഫും അതേപോലെ AP അനിൽകുമാറും ജില്ലയിലെ വിവിധ താലൂക്കുകളിൽ ദുരിതാശ്വാസ ക്യാമ്പുകൾ സന്ദർശിച്ച് സ്ഥിതിഗതികൾ വിലയിരുത്തിയിരുന്നു. ആളുകൾക്ക് ഭക്ഷണവും മരുന്നും. പ്രശാന്ത്, അതിലേക്കാണ് ഈ പ്രശാന്ത് പറഞ്ഞ പോലെ ഈ കോട്ടയം ജില്ലയിൽ ഇടവിട്ടിടവിട്ടാണ് അതിശക്തമായ മഴ പെയ്യുന്നത്. ഇപ്പോൾ തന്നെ ഈ അടുത്ത 3 മണിക്കൂറാണ് റെഡ് അലർട്ട്. ഈ കിഴക്കൻ മലയോര മേഖലയിൽ ഉൾപ്പെടെ ഇടവിട്ടുള്ള ശക്തമായ മഴയിൽ ജലാശയങ്ങളിലൊക്കെ ഈ ജലനിരപ്പ് ഉയർന്നുണ്ട്, പ്രത്യേകിച്ച് ഈ മീനച്ചിലാറ്റിലൊക്കെ. അപ്പോൾ നിലവിൽ ദുരിതാശ്വാസ ക്യാമ്പുകളിൽ ഒട്ടേറെ പേരുണ്ട്. ആ രീതിയിൽ ഈ ദുരിതാശ്വാസ പ്രവർത്തനങ്ങളുടെ ഏകോപനമൊക്കെ എങ്ങനെയാണ് മുന്നോട്ട് പോകുന്നത്? തീർച്ചയായും ഇന്നലെ 2 മന്ത്രിമാർ പ്രത്യേകിച്ച് വൈക്കം, ചങ്ങനാശ്ശേരി താലൂക്കുകളിലെ ക്യാമ്പുകൾ സന്ദർശിച്ചുകൊണ്ട് സ്ഥിതിഗതികൾ വിലയിരുത്തുകയുണ്ടായി. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ജില്ലാ കളക്ടർ നേരിട്ട് ക്യാമ്പുകളുടെ പ്രവർത്തനം വിലയിരുത്തുകയും റവന്യൂ വകുപ്പ് ഉദ്യോഗസ്ഥരുമായി ബന്ധപ്പെട്ടുകൊണ്ട് റവന്യൂ വകുപ്പ് ഉദ്യോഗസ്ഥരെയും അതുപോലെ തദ്ദേശ സ്ഥാപന പ്രതിനിധികളെയും ഒക്കെ വിളിച്ചു ചേർത്ത് മീറ്റിംഗ് സംഘടിപ്പിച്ചുകൊണ്ട് സ്ഥിതിഗതികൾ വിലയിരുത്തിയിരുന്നു. ക്യാമ്പുകളുടെ പ്രവർത്തനം സുഗമമായി പുരോഗമിക്കുന്നുണ്ട് എന്ന് ഉറപ്പുവരുത്തിയിരുന്നു. എന്നാൽ നമുക്ക് കാണാൻ കഴിഞ്ഞത് 2 ദിവസം മുമ്പ് ചങ്ങനാശ്ശേരി താലൂക്കിലെ ഒരു ക്യാമ്പിൽ ഭക്ഷണം ലഭിക്കുന്നില്ല എന്നത് സംബന്ധിച്ച ഒരു പ്രശ്നങ്ങളൊക്കെ ഉടലെടുത്തിരുന്നു. എന്നാൽ ഇതൊക്കെ പരിഹരിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് ജില്ലാ ഭരണകൂടം വ്യക്തമാക്കുന്നത്. തദ്ദേശ സ്ഥാപനങ്ങളാണ് ഓരോ സ്ഥലങ്ങളിലും ക്യാമ്പുകൾക്ക് വേണ്ട ക്രമീകരണങ്ങൾ ഏർപ്പെടുത്തിയിട്ടുള്ളത്. കൂടുതലായും സ്കൂളുകളിലും ഓഡിറ്റോറിയങ്ങളിലുമൊക്കെയാണ് ക്യാമ്പുകൾ സജ്ജീകരിച്ചിരിക്കുന്നത്. അവിടെ മതിയായ ശുചിമുറി സൗകര്യങ്ങളും ശുദ്ധജല ലഭ്യതയും ഭക്ഷണവുമൊക്കെ ലഭിക്കുന്നുണ്ട് എന്ന് അവർ ഉറപ്പാക്കിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഇന്നലെ 2 ക്യാമ്പുകളിൽ ഞാൻ മുമ്പ് സൂചിപ്പിച്ചതുപോലെ മന്ത്രിമാരായ മോൻസ് ജോസഫും AP അനിൽകുമാറും സന്ദർശനം നടത്തിയിരുന്നു. മോൻസ് ജോസഫ് വൈക്കം താലൂക്കിലും AP അനിൽകുമാർ ചങ്ങനാശ്ശേരി താലൂക്കുകളിലെയും ക്യാമ്പുകളിലാണ് സന്ദർശനം നടത്തിയത്. ഇവിടെ എത്തിയ ആളുകളോട് നേരിട്ട് സംസാരിച്ച് അവർക്ക് വേണ്ട സൗകര്യങ്ങൾ ലഭിക്കുന്നുണ്ട് എന്ന് ഉറപ്പാക്കിയിട്ടുണ്ട്. അതേപോലെ തന്നെ മന്ത്രി AP അനിൽകുമാർ സൂചിപ്പിച്ച ഒരു കാര്യം, ധാരാളം ആളുകൾ ക്യാമ്പുകളിൽ കഴിയുന്നതിനേക്കാൾ 10 മടങ്ങ് ആളുകൾ ബന്ധുവീടുകളിലും മറ്റുമായി കഴിയുന്നുണ്ട്. സ്വന്തം വീടുകളിൽ കഴിയുന്നവരുമുണ്ട്, വെള്ളം കയറിയ വീടുകളിൽ തന്നെ ഇപ്പോഴും കഴിയുന്നവരുമുണ്ട്. ഏതായാലും പ്രളയത്തിൻ്റെ ഒരു ദുരിതാശ്വാസം അത് ഇത്തരക്കാർക്കും ലഭിക്കും. ക്യാമ്പുകളിൽ എത്തണമെന്ന് നിർബന്ധമില്ല. അല്ലാത്തവർക്കും ഈ 10,000 രൂപ, വെള്ളം കയറിയ എല്ലാ വീടുകൾക്കും സ്ഥാപനങ്ങൾക്കും 10,000 രൂപ ലഭ്യമാക്കാനുള്ള നടപടി സ്വീകരിക്കുമെന്നാണ് മന്ത്രി ഉറപ്പ് നൽകിയത്. അതേപോലെ തന്നെ എല്ലാ ക്യാമ്പുകളിലും അത്യാവശ്യം വേണ്ട സൗകര്യങ്ങൾ, അതേപോലെ തന്നെ കുടിവെള്ളം,
മരുന്ന്, ഭക്ഷണം എന്നിവ ഉറപ്പാക്കുന്നതിനോടുള്ള എല്ലാ ക്രമീകരണങ്ങളും ഏർപ്പെടുത്തിയിട്ടുണ്ടെന്നും മന്ത്രി ഇന്നലെ വ്യക്തമാക്കിയിരുന്നു. ഏതായാലും ഈ പടിഞ്ഞാറൻ മേഖലയിൽ ജലനിരപ്പ് കാര്യമായി താഴാതെ നിലനിൽക്കുന്ന ഒരു സാഹചര്യത്തിൽ മഴ തുടരുകയും ചെയ്യുമ്പോൾ ഏതായാലും ഒരുപക്ഷെ കൂടുതൽ ആളുകൾ ഈ മണിക്കൂറുകളിൽ അല്ലെങ്കിൽ ഈ ദിവസങ്ങളിൽ വീണ്ടും ക്യാമ്പുകളിലേക്ക് എത്തുമെന്ന് തന്നെ വേണം കരുതാൻ. ഇപ്പോൾ വെള്ളക്കെട്ട് കൂടുതൽ സമയം നിലനിൽക്കുന്നത് റോഡുകളുടെയും അതുപോലെ തന്നെ വീടുകളുടെയും ഒക്കെ ബലക്ഷയത്തിന് കാരണമാകുന്നുണ്ട് എന്നുള്ളതും ഒരു ശ്രദ്ധേയമായ കാര്യം തന്നെയാണ്. ആളുകൾ വീടുകളിലേക്ക് ഇനി മടങ്ങിയെത്തുമ്പോൾ കൂടുതൽ ദിവസങ്ങൾ വെള്ളക്കെട്ട് നിന്ന വീടുകളിലേക്ക് മടങ്ങിയെത്തുമ്പോൾ കോട്ടയത്ത് മഴക്കെടുതി രൂക്ഷമാണ്. പ്രശാന്ത് നിൽക്കുന്ന സ്ഥലത്തൊക്കെ ഇപ്പോഴും നല്ല മഴ പെയ്യുന്നുണ്ട്. ഇന്നലെ രാത്രിയും കിഴക്കൻ മേഖലയിൽ പലയിടങ്ങളിലുമൊക്കെ അതിശക്തമായ മഴയാണ് ഉണ്ടായിരുന്നത്. അടുത്ത 3 മണിക്കൂർ കോട്ടയം ജില്ലയിൽ റെഡ് അലേർട്ടാണ്. അതുകൊണ്ട് ആ ജാഗ്രതയും മുൻകരുതലുകളും ഒക്കെ എല്ലാവരും പാലിക്കണം. ഇനി കിരൺകുമാറിലേക്ക് വരികയാണെങ്കിൽ, കിരൺ, ഈ എറണാകുളത്തും അതുപോലെ തന്നെ ഇടുക്കിയിലും ആലപ്പുഴയിലുമൊക്കെ ഈ അലർട്ടിന്റെ ഭാഗമായി വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് അവധിയാണ്. ഈ കല്ലാർകുട്ടി അതുപോലെ തന്നെ ലോവർ പെരിയാർ, പെരിങ്ങൽകൂത്ത് ഡാമുകളിലൊക്കെ റെഡ് അലർട്ടുമുണ്ട്. അത്തരത്തിൽ മുൻകരുതലുകളും അലർട്ടുകളും ഒക്കെ എങ്ങനെയാണ്? ഈ എറണാകുളം ജില്ലയെ സംബന്ധിച്ച് ഇന്നലെ രാത്രി മുതൽ ആരംഭിച്ച മഴ യാതൊരു ശമനവുമില്ലാതെ ഇപ്പോഴും തുടരുന്ന ഒരു സാഹചര്യം തന്നെയാണ് ഉള്ളത്. അതുകൊണ്ട് തന്നെയാണ് ഇന്നലെ വളരെ വൈകിക്കൊണ്ട് തന്നെ ജില്ലയിൽ ഇപ്പോൾ റെഡ് അലർട്ട് പ്രഖ്യാപിക്കുന്നതായിട്ടുള്ള ഒരു സാഹചര്യം ഉണ്ടായിരുന്നത്. ഇന്ന് പുലർച്ചയോടുകൂടിയാണ് ജില്ലയിൽ അടുത്ത 3 മണിക്കൂറിലേക്ക് റെഡ് അലർട്ട് പ്രഖ്യാപിച്ചിരിക്കുന്നത്. ഒപ്പം തന്നെ ജില്ലയിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും അവധി പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഈ കനത്ത മഴ കണക്കിലെടുത്തുകൊണ്ട് തന്നെയാണ് അവധി പ്രഖ്യാപിച്ചിരിക്കുന്നത്. ഏതായാലും എറണാകുളം ജില്ലയെ സംബന്ധിച്ച് നോക്കുമ്പോഴും ഒപ്പം തന്നെ മധ്യ കേരളത്തിലെ മറ്റ് ജില്ലകൾ, പ്രത്യേകിച്ച് തൃശൂർ, ഇടുക്കി ജില്ലകൾ കൂടി നോക്കിക്കഴിഞ്ഞാൽ ഇവിടെയും ശക്തമായ മഴ തുടരുന്ന ഒരു സാഹചര്യം തന്നെയാണ് നിലവിലുള്ളത്. തൃശൂർ ജില്ലയിൽ വിവിധയിടങ്ങളിലായിട്ട് തന്നെ ക്യാമ്പുകളും ആരംഭിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഈ ക്യാമ്പുകൾ പ്രവർത്തിക്കുന്ന സ്ഥാപനങ്ങൾക്കാണ് നിലവിൽ ഇപ്പോൾ അവധി പ്രഖ്യാപിച്ചിരിക്കുന്നത്. ഈ മഴ തുടരുന്ന ഒരു സാഹചര്യത്തിൽ ഈ ജില്ലകളിലെ ഡാമുകളെ സംബന്ധിച്ചും വലിയ രീതിയിലുള്ള ഒരു മുന്നറിയിപ്പ് വരുന്ന ഒരു സാഹചര്യം തന്നെയാണുള്ളത്. കല്ലാർകുട്ടി ഒപ്പം തന്നെ പെരിങ്ങൽകുത്ത് ഡാമുകളിൽ നിലവിലിപ്പോൾ റെഡ് അലർട്ടാണ് പ്രഖ്യാപിച്ചിരിക്കുന്നത്. ഈ ഡാമുകളുടെ തീരത്തും ഈ ഇതിന്റെ കൈവഴിയുടെ പ്രദേശങ്ങളിലൊക്കെ താമസിക്കുന്ന ജനങ്ങൾക്ക് ജാഗ്രതാ നിർദ്ദേശം കൂടി കൊടുത്തിട്ടുണ്ട്. ഏതായാലും ഈ ജലനിരപ്പ് അത് ക്രമാതീതമായി തന്നെ ഉയരുന്ന ഒരു സാഹചര്യത്തിൽ അത് നിയന്ത്രിക്കുന്നതിന് വേണ്ടി ചെറിയ രീതിയിൽ തന്നെ ഡാം തുറന്നുകൊണ്ട് അല്പം ഈ ജലം പുറത്തേക്ക് വിടുന്ന ഒരു സാഹചര്യം ആരംഭിച്ചിട്ടുണ്ട്. ഏതായാലും വലിയ രീതിയിൽ തന്നെ മഴ തുടരുകയാണെങ്കിൽ മറ്റ് ഡാം തുറക്കുന്നതടക്കമുള്ള മറ്റ് സാഹചര്യത്തിലേക്ക് പോകും എന്നുള്ളൊരു കാര്യം തന്നെയാണ് അറിയാൻ സാധിക്കുന്നത്. ഏതായാലും നിലവിലിപ്പോൾ ഈ പ്രദേശങ്ങളിൽ റെഡ് അലർട്ടാണ് പ്രഖ്യാപിച്ചിരിക്കുന്നത്. കൂടാതെ തന്നെ ഈ ജില്ലകളിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ കൂടി ഏതായാലും അവധി പ്രഖ്യാപിച്ചിട്ടുണ്ട്. എറണാകുളം ജില്ലയിൽ മഴ തുടരുന്നുണ്ടെങ്കിൽ പോലും വലിയ രീതിയിലുള്ള നാശനഷ്ടങ്ങളോ അല്ലെങ്കിൽ മറ്റ് അനിഷ്ട സംഭവങ്ങളോ ഒന്നും തന്നെ നിലവിലിപ്പോൾ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടില്ല. കളമശ്ശേരിയിൽ കഴിഞ്ഞ ദിവസം പെരിയാറിൽ ജലനിരപ്പ് ഉയർന്നതിനെ തുടർന്ന് ചില ക്യാമ്പുകളൊക്കെ ആരംഭിച്ചെങ്കിലും പിന്നീട് ജലനിരപ്പ് താഴ്ന്നതോടുകൂടി തന്നെ വീടുകളിലേക്ക് ഇവർ മടങ്ങിയിട്ടുണ്ട്. ഏതായാലും ഇനിയും ഈ മഴ തുടരുകയാണ്, പെരിയാറിൽ ജലനിരപ്പ് ഉയരുകയാണ്. അത്തരത്തിലുള്ളൊരു സാഹചര്യം ഉണ്ടായാൽ വീണ്ടും ക്യാമ്പുകൾ സജ്ജീകരിക്കുന്നതിന് വേണ്ടിയുള്ള തയ്യാറെടുപ്പുകൾ അത് തദ്ദേശ സ്ഥാപനങ്ങളുടെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടുണ്ട്. ഏതായാലും നിലവിലിപ്പോൾ മറ്റ് അനിഷ്ട സംഭവങ്ങളൊന്നും തന്നെ എറണാകുളം ജില്ലയിൽ റിപ്പോർട്ട് ചെയ്തത്. ശരി, എറണാകുളം ജില്ലയിലും കിരൺ പറയുന്നത് ഈ സമയം അവിടെയും റെഡ് അലർട്ടാണ്. ഇന്നലെ രാത്രി തുടങ്ങിയ മഴ ഇപ്പോഴും തോർന്നിട്ടില്ല. ജില്ലാ ഭരണകൂടം ഏകോപന പ്രവർത്തനങ്ങളുമായൊക്കെ അത്തരം മുൻകരുതലുകളിലൊക്കെയാണ് മുന്നോട്ട് പോകുന്നത്. വടക്കൻ കേരളത്തിലേക്ക് വരികയാണെങ്കിൽ അനഘ ചേരുന്നുണ്ട്. അനഘ, ഏറ്റവും ശ്രദ്ധയോടെ പോകേണ്ട 2 ജില്ലകൾ. വടക്കൻ കേരളത്തിൽ മഴക്കെടുതി രൂക്ഷമാണ്, നമുക്കറിയാം. കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം അതിശക്തമായ മഴ പലയിടങ്ങളിലും പെയ്തിട്ടുണ്ട്. പക്ഷേ വയനാടും കണ്ണൂരും, അതിൽ കണ്ണൂരിൽ അതീവ ജാഗ്രതയോടുകൂടി മുന്നോട്ട് പോകണമെന്നാണ് മുന്നറിയിപ്പുള്ളത്. എങ്ങനെയാണ് നിലവിലെ ഒരു സാഹചര്യം? എവിടെയൊക്കെ ഏതൊക്കെ മേഖലകളിൽ ഇപ്പോഴും മഴ പെയ്യുന്നുണ്ടോ? എന്താണ് വടക്കൻ ജില്ലകളിൽ നിന്നുള്ള ഒരു വിവരം? നമ്മൾ തീർച്ചയായും 5 വടക്കൻ ജില്ലകളിലും ഇന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് ഓറഞ്ച് അലർട്ടാണ് പ്രഖ്യാപിച്ചിട്ടുള്ളത്. ഇതിൽ കാസർഗോഡ്, കണ്ണൂർ, വയനാട് ജില്ലകളിൽ ഇന്ന് വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും അവധി പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഏതായാലും അതീവ ജാഗ്രതയോടുകൂടി തന്നെയാണ് ഈ മഴയെ ഭരണകൂടം നോക്കിക്കാണുന്നത്. ഏതായാലും വേണ്ട നടപടികളെല്ലാം തന്നെ ജില്ലാ ഭരണകൂടങ്ങൾ സ്വീകരിച്ചിട്ടുണ്ട്. മലയോര മേഖലകളിലടക്കം ശക്തമായിട്ടുള്ള മഴ തന്നെയാണ് ലഭിക്കുന്നത്. ഈ ഗ്രാമപ്രദേശങ്ങളിലേക്കും അടക്കം അത്തരത്തിൽ ഇടവിട്ടുള്ള ശക്തമായിട്ടുള്ള മഴ തന്നെയാണ് പല ഭാഗങ്ങളിലേക്കും ലഭ്യമായിക്കൊണ്ടിരിക്കുന്നത്. ഏതായാലും അതീവ ജാഗ്രതയോടുകൂടി തന്നെയാണ് മുന്നോട്ട് നീങ്ങുന്നത്. ആവശ്യമായ ഘട്ടത്തിൽ കൂടുതൽ ദുരിതാശ്വാസ ക്യാമ്പുകൾ തുറക്കും എന്ന് തന്നെയാണ് ജില്ലാ ഭരണകൂടങ്ങൾ അറിയിക്കുന്നത്. കഴിഞ്ഞ ദിവസത്തിലടക്കം മഴയ്ക്ക് ഒരു ശമനമുണ്ടായിരുന്നു. അതിനാൽ തന്നെ ഈ ക്യാമ്പുകളിലേക്ക് മാറ്റി താമസിപ്പിച്ച ആളുകളെല്ലാം തന്നെ സ്വന്തം വീടുകളിലേക്ക് മടങ്ങിപ്പോയ ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. 2 ദിവസങ്ങൾക്ക്
മുമ്പ് അത്തരത്തിൽ വെള്ളക്കെട്ടുകളായിരുന്നു പല ഭാഗങ്ങളിലും രൂപപ്പെട്ടിരുന്നത്. ഈ വെള്ളക്കെട്ടുകളടക്കം നീങ്ങിയതോടെ ആളുകൾ ഈ ക്യാമ്പുകളിൽ നിന്ന് വീടുകളിലേക്ക് പോയ ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. പക്ഷേ മഴ വീണ്ടും കനക്കുകയാണ്. കണ്ണൂർ ജില്ലയിൽ ഇന്നലെ രാത്രിയെല്ലാം അതീവ ജാഗ്രതാ നിർദ്ദേശമാണ് നൽകിയിരുന്നത്. നമുക്കറിയാം ഉരുൾ സാധ്യതയും മലവെള്ളപ്പാച്ചിലും അടക്കം സാധ്യതയുള്ള അതീവ ജാഗ്രതയുള്ള ഒരു ജില്ല കൂടിയാണ് വയനാട്. വയനാട്ടിലേക്ക് താമരശ്ശേരി ചുരത്തിലും പാൽ ചുരത്തിലും അടക്കം ഏർപ്പെടുത്തിയിട്ടുള്ള ജില്ലാ ഭരണകൂടം ഏർപ്പെടുത്തിയിട്ടുള്ള നിയന്ത്രണങ്ങൾ നിലവിൽ ഇന്നും തുടരുകയാണ്. ഈ അന്തർ സംസ്ഥാന യാത്രകൾക്കെല്ലാം തന്നെ നിലവിൽ ഈ വയനാട് ജില്ലാ ഭരണകൂടം നിയന്ത്രണം ഏർപ്പെടുത്തിയിട്ടുണ്ട്. നീലഗിരി ജില്ലയിലടക്കം ഇത്തരത്തിൽ വയനാട്ടിൽ നിന്ന് വരുന്ന ആളുകളെ നിയന്ത്രിക്കണം എന്ന് നീലഗിരിയിലെ ജില്ലാ ഭരണകൂടത്തോടും വയനാട് ജില്ലാ കളക്ടർ ആവശ്യപ്പെടുന്ന ഒരു സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. ഈ വടക്കൻ ജില്ലകളിലെല്ലാം തന്നെ ഈ പരമാവധി ജില്ലകളിലെല്ലാം തന്നെ ഇത്തരത്തിൽ ഊർജ്ജം സാധ്യതയുള്ള മേഖലകളിലേക്കടക്കം ഈ പ്രവേശനം നിരോധിച്ചിട്ടുണ്ട്. ഈ പ്രവേശനങ്ങൾ അതായത് നിരോധനം ഏർപ്പെടുത്തിയതൊന്നും തന്നെ നിലവിൽ ഇതുവരെ റദ്ദാക്കിയിട്ടുമില്ല. അതായത് അതീവ ജാഗ്രതയോടുകൂടി തന്നെയാണ് ഈ മലയോര മേഖല പോകുന്നത്, അല്ലെങ്കിൽ വടക്കൻ ജില്ലകൾ പോകുന്നത്. എന്തായാലും നിലവിൽ ഇപ്പോൾ വടക്കൻ ജില്ലകളിലെ 5 ജില്ലകളിലും ഓറഞ്ച് അലർട്ടാണ് പ്രഖ്യാപിച്ചിട്ടുള്ളത്. പക്ഷേ ശക്തമായിട്ടുള്ള മഴ തന്നെയാണ് നിലവിൽ വടക്കൻ ജില്ലകളിൽ. ശരി, വടക്കൻ ജില്ലകളിലും 5 ജില്ലകളിൽ ഓറഞ്ച് അലർട്ടാണ്. സംസ്ഥാനത്ത് കനത്ത മഴ തുടരുകയാണ് വിവിധ ഇടങ്ങളിലും. കോട്ടയത്തും എറണാകുളത്തും ഒക്കെ ഇപ്പോഴും ഇന്നലെ രാത്രി പെയ്ത മഴ തുടരുകയാണ്. അടുത്ത 3 മണിക്കൂറിൽ റെഡ് അലർട്ടാണ് കോട്ടയത്തും എറണാകുളത്തും ഒക്കെ. അങ്ങനെ കണ്ണൂരിൽ വലിയ ജാഗ്രതാ നിർദ്ദേശമുണ്ട്. കണ്ണൂരും കാസർഗോഡും കോട്ടയവും പത്തനംതിട്ടയും വയനാടും ആലപ്പുഴ എറണാകുളം ഇടുക്കി ജില്ലകളിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് ഇന്ന് അവധിയാണ്. ഒപ്പം തൃശ്ശൂരിൽ ക്യാമ്പുകൾ പ്രവർത്തിക്കുന്ന സ്ഥാപനങ്ങൾക്കും അവധിയുണ്ട്. കല്ലാർകുട്ടി, ലോവർ പെരിയാർ, പെരിങ്ങൽകൂർ ഡാമുകളിൽ റെഡ് അലർട്ടുണ്ട്. അങ്ങനെ ജാഗ്രതാ നിർദ്ദേശങ്ങളുമായി ജില്ലാ ഭരണകൂടവും ഒക്കെ മുൻകരുതലോടുകൂടി മുന്നോട്ട് പോകുന്ന മണിക്കൂറുകൾ തന്നെയാണ് ഇപ്പോൾ നിലവിലുള്ളതും അതുപോലെ വരാനിരിക്കുന്നതും ഒക്കെ. ഇതിന്റെ വിശദാംശങ്ങൾ നൽകുകയായിരുന്നു പ്രശാന്ത് ജോസഫും കിരൺകുമാറും അനഘ റീജ ഭരതൻ. ദേശീയ കൈത്തറി ദിനത്തിൽ ഇൻസ്റ്റാഗ്രാം വീഡിയോയിലൂടെ യുവാക്കളോട് ആഹ്വാനവുമായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി. സോഷ്യൽ മീഡിയ ട്രെൻഡായ ഗെറ്റ് റെഡി വിത്ത് മീ എന്ന ക്യാമ്പയിനിൽ കൈത്തറി വസ്ത്രങ്ങൾ ഉൾക്കൊള്ളിച്ച് വീഡിയോ നിർമ്മിക്കാൻ അഭ്യർത്ഥിക്കുന്ന പുതിയ ഇൻസ്റ്റാഗ്രാം റീൽ പ്രധാനമന്ത്രി പോസ്റ്റ് ചെയ്തു. ഫ്രണ്ട്ഷിപ്പ് ഡേ ആഘോഷിക്കുന്ന അതേ ആവേശത്തോടെ ദേശീയ കൈത്തറി ദിനവും ആഘോഷിക്കാൻ യുവജനങ്ങളോട് അദ്ദേഹം ആവശ്യപ്പെടുകയാണ്. കൈത്തറി ഉൽപ്പന്നങ്ങൾ കേവലം ഫാഷനപ്പുറം നെയ്ത്ത് തൊഴിലാളികൾക്കുള്ള പിന്തുണയും വോക്കൽ ഫോർ ലോക്കൽ മനോഭാവം പ്രോത്സാഹിപ്പിക്കുന്നതിനുള്ള മാർഗവുമാണെന്നൊക്കെ പ്രധാനമന്ത്രി പറയുന്നുണ്ട്. കൈത്തറി ഉൽപ്പന്നങ്ങൾ വാങ്ങുന്നത് രാജ്യത്തിൻ്റെ നൂറ്റാണ്ടുകൾ പഴക്കമുള്ള സാംസ്കാരിക പൈതൃകം സംരക്ഷിക്കുന്നതിനൊപ്പം ലക്ഷക്കണക്കിന് നെയ്ത്തുകാരുടെ ഉപജീവന മാർഗം കൂടിയാണ് ശക്തിപ്പെടുത്തുന്നത്. ഇന്ത്യയുടെ സമ്പന്നമായ നെയ്ത്ത് പാരമ്പര്യം പ്രദർശിപ്പിക്കാനും കരകൗശല നിർമ്മാണം നടത്തുന്ന കുടുംബങ്ങളെ പിന്തുണയ്ക്കാനും ഇത് സഹായിക്കുമെന്നും അദ്ദേഹം ഓർമ്മിപ്പിക്കുന്നു. हर गरीब परिवार, बुनकर परिवार जो अपने हाथों से अपनी छोटी छोटी घर में लूम पर कपड़े बनाते हैं और नई नई वैरायटीज होती है, आप देखिए ना क्या कुछ नहीं है। और आप भी तो इस प्रकार से एक हैंडलूम की वैरायटी के साथ GRWM वीडियो करके जरूर दुनिया के सामने अपनी बात रख सकते हैं, हैंडलूम के लिए लोगों को प्रेरित कर सकते हैं। हमारा काम है आत्मनिर्भर भारत बनाने के लिए हमारे इन छोटे 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 गरीब परिवारों को भी आर्थिक रूप से समृद्ध करना। CJP പോലീസ് നടപടിയിൽ അമിത്ഷാ മറുപടി പറയാതെ പ്രതിഷേധം അവസാനിപ്പിക്കില്ലെന്ന് പ്രതിപക്ഷം. പാർലമെന്റ് ഇന്നും പ്രക്ഷുബ്ധമാകും. അയോധ്യ സംഭാവന ക്രമക്കേടിലും ചർച്ച ആവശ്യപ്പെടും. FCRA ഭേദഗതി ബില്ല് അടുത്ത ആഴ്ച സഭയിൽ അവതരിപ്പിക്കും. ബില്ലിന്മേലുള്ള ചർച്ചയ്ക്ക് ആഭ്യന്തരമന്ത്രി അമിത്ഷാ മറുപടി പറയും. വിവരങ്ങളുമായി ജിഷ്ണു കൃഷ്ണനാണ് ചേരുന്നത്. ജിഷ്ണു, പാർലമെന്റിന്റെ വർഷകാല സമ്മേളനം തുടങ്ങിയിട്ട് 14 ദിവസമായി. 8 ദിവസമായിട്ടും അമിത്ഷാ പാർലമെന്റിൽ എത്തിയിട്ടില്ല. അമിത്ഷാ മറുപടി പറയുന്നത് വരെ പ്രതിഷേധം കടുപ്പിക്കാൻ തന്നെയാണോ പ്രതിപക്ഷത്തിന്റെ ഒരു നിലപാട്? അമ്പിളി, CJP സമരത്തിൽ ഉണ്ടായിട്ടുള്ള പോലീസ് നടപടിയിൽ ആഭ്യന്തരമന്ത്രിയും നേരിട്ട് പാർലമെന്റിലെത്തി മറുപടി പറയണമെന്ന ആവശ്യത്തിൽ ഉറച്ചു നിൽക്കുകയാണ് പ്രതിപക്ഷം. ഇക്കാര്യം ഉന്നയിച്ചുകൊണ്ട് പാർലമെന്റ് വളപ്പിലും ഒപ്പം ഇരുസഭകളിലും ലോക്സഭയിലും രാജ്യസഭയിലും ശക്തമായ പ്രതിഷേധമാണ് നിലവിൽ പ്രതിപക്ഷം ഉയർത്തുന്നത്. കഴിഞ്ഞ ദിവസങ്ങളിൽ തുടർച്ചയായി ഇത്തരത്തിൽ അമിത്ഷാ മറുപടി പറയണമെന്ന മുദ്രാവാക്യം വിളിച്ചുകൊണ്ട് ലോക്സഭയും രാജ്യസഭയും പ്രതിപക്ഷം തടസ്സപ്പെടുത്തിയിരുന്നു. പ്രതിപക്ഷം വ്യക്തമാക്കുന്നത് ഈ ഡൽഹി പോലീസ് സ്വീകരിച്ച
സ്വീകരിച്ചിട്ടുള്ള നടപടികളിൽ ആഭ്യന്തരമന്ത്രിയാണ് മറുപടി പറയാൻ ഉത്തരവാദിത്വമുള്ളത്. ഡൽഹി പോലീസ് കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയത്തിന് കീഴിലാണുള്ളത്. അതുകൊണ്ട് ആഭ്യന്തരമന്ത്രി മറുപടി പറയണം, അല്ലാതെ പ്രതിഷേധം അവസാനിപ്പിക്കില്ല. ഇത് ശക്തമായ പ്രതിഷേധമാണ് എന്ന് വ്യക്തമാക്കിക്കൊണ്ടാണ് ലോക്സഭയും രാജ്യസഭയും തുടർച്ചയായി തടസ്സപ്പെടുത്തുകയും പാർലമെന്റ് വളപ്പിലും ഇത്തരത്തിൽ പ്രതിഷേധ പ്രകടനങ്ങൾ ഉൾപ്പെടെ പ്രതിപക്ഷം നടത്തുകയും ചെയ്യുന്നത്. എന്നാൽ അതിനെതിരെ രൂക്ഷമായ വിമർശനം കേന്ദ്ര പാർലമെന്ററി കാര്യ വകുപ്പ് മന്ത്രി കിരൺ റിജിജു ഉൾപ്പെടെ ഭരണപക്ഷത്തു നിന്ന് ഉയർത്തുന്നുണ്ട്. എല്ലാ ദിവസവും ഒരേ കാര്യം പറഞ്ഞുകൊണ്ട് പാർലമെന്റ് പ്രതിപക്ഷം തടസ്സപ്പെടുത്തുകയാണ്. ക്രിയാത്മകമായ ചർച്ചകൾക്കോ ജനങ്ങൾക്ക് ഉപകാരപ്രദമാകുന്ന ചർച്ചകൾക്കോ പാർലമെന്റിൽ അവസരം നൽകാതെ ഒരേ കാര്യം തന്നെ എല്ലാ ദിവസവും പറഞ്ഞുകൊണ്ട് പാർലമെന്റ് തടസ്സപ്പെടുത്തുന്നു എന്ന വിമർശനമാണ് ഭരണപക്ഷത്തിന്റെ ഭാഗത്തുനിന്ന് പ്രതിപക്ഷത്തിന് നേരെ ഉയർത്തിയത്. ഏതായാലും ഇന്നും പാർലമെന്റിനകത്തും പുറത്തും പ്രതിഷേധം ശക്തമാക്കാൻ തന്നെയാണ് പ്രതിപക്ഷത്തിന്റെ തീരുമാനം. അതുകൊണ്ട് പാർലമെന്റിന്റെ ഇരുസഭകളും ഇന്നും തടസ്സപ്പെടാൻ തന്നെയാണ് സാധ്യത. അതേസമയം ഇന്നലെ രാജ്യസഭയിൽ പ്രതിപക്ഷത്തിന്റെ ഈ വികാരം ആഭ്യന്തരമന്ത്രിയെ അറിയിക്കണം എന്നൊരു നിർദ്ദേശം രാജ്യസഭാ ചെയർമാന്റെ ഭാഗത്തുനിന്ന് ഉപരാഷ്ട്രപതിയുടെ ഭാഗത്തുനിന്ന് ഉണ്ടായിരുന്നു. അതായത് കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി തുടർച്ചയായി പ്രതിപക്ഷം വിളിക്കുന്ന മുദ്രാവാക്യം അമിത്ഷാ സഭയിലെത്തണമെന്നുള്ളതും അമിത്ഷാ മറുപടി പറയണം എന്നുള്ളതുമാണ്. പ്രതിപക്ഷത്തിന്റെ ഈ വികാരം ആഭ്യന്തരമന്ത്രിയെ അറിയിക്കണം എന്ന നിർദ്ദേശമാണ് കേന്ദ്ര പാർലമെന്ററി കാര്യ വകുപ്പ് മന്ത്രി കിരൺ റിജിജുവിന് രാജ്യസഭാ ചെയർമാനായിട്ടുള്ള ഉപരാഷ്ട്രപതി CP രാധാകൃഷ്ണൻ നൽകിയിട്ടുള്ളത്. ഏതായാലും അമിത്ഷാ സഭയിലെത്തുമോ എന്നുള്ളത് നോക്കിക്കാണേണ്ടതാണ്. ഒപ്പം FCRA നിയമ ഭേദഗതി ബിൽ വിദേശ സംഭാവന സ്വീകരിക്കുന്നതിനുള്ള ചട്ടങ്ങൾ കർശനമാക്കുന്ന ബില്ല് അടുത്ത ആഴ്ച സഭയിൽ അവതരിപ്പിച്ച് ചർച്ച ചെയ്യാനാണ് കേന്ദ്ര സർക്കാർ ഉദ്ദേശിക്കുന്നത്. ആ ചർച്ചകൾക്ക് മറുപടി പറയുന്നത് കേന്ദ്ര ആഭ്യന്തരമന്ത്രിയാകും. അമ്പിളി. ശരി, CJP പോലീസ് നടപടിയിൽ പ്രതിഷേധം കടുപ്പിക്കാൻ തന്നെയാണ് പ്രതിപക്ഷത്തിന്റെ തീരുമാനം. അതായത് അമിത്ഷാ മറുപടി പറയാതെ പ്രതിഷേധം അവസാനിപ്പിക്കില്ല എന്ന ഉറച്ച തീരുമാനത്തിലാണ്. അമിത്ഷാ പാർലമെന്റിലെത്തുമോ, ഈ പ്രതിഷേധത്തിന് മറുപടി പറയുമോ എന്നൊക്കെയാണ് ഇനി അറിയേണ്ടത്. വിശദാംശങ്ങൾ നൽകുകയായിരുന്നു ജിഷ്ണു കൃഷ്ണൻ. സംസ്ഥാനത്ത് തേങ്ങയ്ക്ക് വില കുതിച്ചുയരുന്നതിന് പിന്നാലെ വെളിച്ചെണ്ണ വിലയിലും വർധനവ്. വെളിച്ചെണ്ണ ലിറ്ററിന് 300 വരെയാണ് വില കൂടിയത്. തേങ്ങയുടെ വില കിലോയ്ക്ക് 56 രൂപ വരെയായി വർദ്ധിച്ചതോടെയാണ് വെളിച്ചെണ്ണയുടെയും വില വർദ്ധിച്ചത്. തേങ്ങയുടെ ചില്ലറ വില 60 രൂപയ്ക്ക് മുകളിലാണ്. തമിഴ്നാട്ടിൽ നിന്നും തേങ്ങാവരവിലും ഇടിവ് സംഭവിച്ചു. കേരളത്തിൽ നിന്നുള്ള വ്യാപാരികൾ കിലോയ്ക്ക് 50 രൂപയിൽ കൂടുതൽ നൽകിയാണ് കൊപ്ര എടുക്കുന്നത്. ഓണ സീസൺ ആരംഭിച്ചതോടെ തേങ്ങയുടെ ആവശ്യകതയും വർദ്ധിച്ചു വരും. കർക്കിടകം മുതൽ ധനുമാസം വരെ തേങ്ങയുടെ ഉൽപാദനവും കുറവാണ്. ഈ സാഹചര്യത്തിലാണ് വെളിച്ചെണ്ണയുടെ വില വർദ്ധിച്ചത്. വെളിച്ചെണ്ണ ഇപ്പോൾ നമ്മളിവിടെ ഇപ്പോൾ ചില്ലറ വിൽപ്പന 300 ഒരു കിലോന് വരുന്നത്. കൊപ്ര ഇന്നിപ്പോൾ 170-175 വരെ പുറത്ത് മാർക്കറ്റിലുണ്ട്. ദിവസം 500-600 വെച്ച് കൂടുക. വെളിച്ചെണ്ണക്കും അതേമാതിരി ഡെയിലി ജമ്പിങ്ങാണ്. തേങ്ങൻ്റെ സ്റ്റോക്ക് കുറവുണ്ട്. കൊപ്രയൊക്കെ ടൈറ്റ് തന്നെയാണ്. ഇപ്പോൾ മൊത്തത്തിൽ തേങ്ങ അതുകൊണ്ടാണ് തേങ്ങയ്ക്ക് വില കൂടുന്നത്. ഓണം എത്തുന്നതോടെ വെളിച്ചെണ്ണയുടെ വില 400-ലെത്തുമെന്നാണ് വ്യാപാരികൾ പറയുന്നത്. വെളിച്ചെണ്ണയ്ക്കൊപ്പം എണ്ണയുടെ വിലയിലും വർധനവുണ്ട്. വെളിച്ചെണ്ണയുടെ വില ക്രമാതീതമായി വർദ്ധിക്കുന്നതോടെ ഓയിലിന്റെ ആവശ്യകതയും വർദ്ധിക്കും. അമൃത ന്യൂസ്, കോഴിക്കോട്. കൊല്ലം നീണ്ടകരയിൽ മത്സ്യബന്ധനത്തിനിടെ കാണാതായ പുത്തൻതുറ സ്വദേശി ഗൗതം കൃഷ്ണയെ കണ്ടെത്തുന്നതിനായി വിദഗ്ധ സംഘം തിരച്ചിൽ പുനരാരംഭിച്ചു. പുത്തൻതുറ സ്വദേശിയായ ഗൗതം കൃഷ്ണയെ കാണാതായിട്ട് ഇന്ന് 8 ദിവസം പിന്നിടുകയാണ്. സുധീഷ് കുമാർ ചേരുന്നുണ്ട്. സുധീഷ്, 8 ദിവസം പിന്നിടുന്നുണ്ട്. ഇന്നത്തെ ഒരു തിരച്ചിലിന്റെ ഒരു പ്രത്യേകത എന്താണ്? പ്രത്യേകിച്ച് വിദഗ്ധ സംഘമാണ് തിരച്ചിൽ നടത്തുന്നത്. തീർച്ചയായും നമ്മൾ ഗോവയിൽ നിന്നുള്ള പ്രത്യേക സംഘം, അതായത് ഈ പ്രതികൂല സാഹചര്യങ്ങളിലൊക്കെ തന്നെ ഇത്തരത്തിൽ ഈ മുങ്ങൽ വിദഗ്ധ പരിശീലനം ലഭിച്ച വിദഗ്ധ സംഘമാണ് ഗോവയിൽ നിന്നെത്തിയ സംഘത്തിന്റെ സഹായത്തോടു കൂടിയാണ് ഇപ്പോൾ രാവിലെ 6:30 മുതൽ തിരച്ചിൽ പുനരാരംഭിച്ചത്. ഗൗതം കൃഷ്ണന് വേണ്ടിയുള്ള തിരച്ചിൽ ഇപ്പോൾ പലയിടങ്ങളിലായിട്ട് ഇപ്പോൾ തുടങ്ങിയിട്ടുണ്ട്. തെരച്ചിലിന് ഈ പ്രത്യേക സംഘം ഫിഷറീസ് ബോട്ടിൽ അല്പസമയം മുമ്പ് ഈ തീരത്ത് നിന്ന് പുറപ്പെട്ടു കഴിഞ്ഞു. ഒരു വള്ളത്തിലും ഒരു സ്പീഡ് ബോട്ടിലുമായി ഇതിനോടനുബന്ധിച്ച് തന്നെ ഈ തീരദേശ മേഖലയോടനുബന്ധിച്ചുള്ള കായൽ പ്രദേശങ്ങളിലും അഷ്ടമുടി കായലിന്റെ പ്രദേശങ്ങളിലും ഇപ്പോൾ തിരച്ചിൽ ആരംഭിച്ചിട്ടുണ്ട്. ഏതായാലും ഈ തിരച്ചിൽ വ്യാപകമായി നടത്തുന്നില്ല, അല്ലെങ്കിൽ തിരച്ചിൽ കാര്യക്ഷമമായി നടത്തുന്നില്ല എന്ന ആക്ഷേപത്തിൽ ഈ ഗൗതം കൃഷ്ണയുടെ അമ്മയും ബന്ധുക്കളും ഒക്കെ കഴിഞ്ഞ ദിവസം തന്നെ നീണ്ടകര കോസ്റ്റൽ പോലീസ് സ്റ്റേഷനിൽ പ്രതിഷേധവുമായി എത്തിയിരുന്നു. കാരണം ഈ കഴിഞ്ഞ വെള്ളിയാഴ്ചയാണ് ഇത്തരത്തിൽ നീണ്ടകരയിൽ നിന്ന് പോയ ഈ മത്സ്യബന്ധന ബോട്ട് മറിഞ്ഞുണ്ടായ അപകടത്തിൽ 14ഓളം പേർ അപകടത്തിൽപ്പെട്ടിരുന്നു. അതിൽ 3 പേർ ആണ്
അത് കാണാതാകുന്നത്. അതിൽ ഈ ഗൗതം കൃഷ്ണന്റെ അച്ഛനും അപ്പൂപ്പനും ഉണ്ട്. അവരുടെ മൃതദേഹങ്ങൾ, കാണാതായവരുടെ മൃതദേഹങ്ങൾ അന്നേ ദിവസവും തൊട്ടടുത്ത ദിവസവും തന്നെ തിരച്ചിലിനൊടുവിൽ കിട്ടിയിരുന്നു. പക്ഷെ ഗൗതം കൃഷ്ണയുടെ കാണാതായതിനു ശേഷം ഇതുവരെയും യാതൊരു വിവരങ്ങളും പിന്നീട് ലഭിക്കുകയുണ്ടായില്ല. അപ്പോൾ ഈ ഒരു കാരണം സൂചിപ്പിച്ചുകൊണ്ടാണ് ഗൗതം കൃഷ്ണയുടെ അമ്മയും ബന്ധുക്കളും ഒക്കെ തന്നെ കഴിഞ്ഞ ദിവസം ഈ കോസ്റ്റൽ പോലീസ് സ്റ്റേഷനിലെത്തി, നീണ്ടകര കോസ്റ്റൽ പോലീസ് സ്റ്റേഷനിലെത്തി പ്രതിഷേധം നടത്തിയിരുന്നത്. കാരണം അന്വേഷണം ഊർജിതമായി നടക്കുന്നില്ല, കൃത്യമായ മാനദണ്ഡങ്ങൾ പാലിക്കുന്നില്ല, കൃത്യമായ ക്രമീകരണങ്ങളിലൂടെ അന്വേഷണങ്ങൾ നടക്കുന്നില്ല. അതുമായി ബന്ധപ്പെട്ട് കൊണ്ട് അത് പ്രതിഷേധിക്കുന്നു എന്ന തരത്തിലായിരുന്നു അവരുടെ ബന്ധുക്കളുടെ പരാതി ഉയർന്നത്. ഏതായാലും ഈ പരാതിയുടെ അടിസ്ഥാനത്തിൽ കൂടി തന്നെയാണ് ഫിഷറീസ് വകുപ്പും മറ്റുമൊക്കെ ഇടപെട്ടുകൊണ്ട് അന്വേഷണം കാര്യക്ഷമമായി നടത്തുന്നതിനുള്ള നടപടിക്രമങ്ങൾ ഇപ്പോൾ ആരംഭിച്ചിട്ടുള്ളത്. ഏതായാലും വിദഗ്ധ സംഘത്തിന്റെ അല്ലെങ്കിൽ ഈ കടലിലും ഒപ്പം തന്നെ കായൽ പ്രദേശങ്ങളിലും കേന്ദ്രീകരിച്ചുള്ള തിരച്ചിൽ ഇപ്പോൾ രാവിലെ മുതൽ ആരംഭിച്ചിട്ടുണ്ട്. സംസ്ഥാനത്ത് മഴ ശക്തമാകുമ്പോൾ ഓരോരുത്തരും ഓരോ രീതിയിലാണ് അതിന്റെ ബുദ്ധിമുട്ട് അനുഭവിക്കുന്നത്. ഇടുക്കി ഏലപ്പാറ പുല്ലാട്ടുപടി പാലം കനത്ത മഴയിൽ തകർന്നതോടെ 100ഓളം കുടുംബങ്ങളാണ് ഒറ്റപ്പെട്ടത്. 2018 പ്രളയത്തിൽ കോൺക്രീറ്റ് പാലം ഒലിച്ചുപോയിരുന്നു. പിന്നീട് നാട്ടുകാർ നിർമ്മിച്ച തടിപ്പാലമാണ് ഇത്തവണ തകർന്നത്. ഇടുക്കി ഏലപ്പാറ പഞ്ചായത്തിലെ കൊച്ചുകരിന്തിരിവിയുമായി പുതുവൽ നിവാസികളെ ബന്ധിപ്പിക്കുന്നത് പുല്ലാട്ടുപടി പാലമാണ്. 2018 പ്രളയത്തിൽ ഇവിടെയുണ്ടായിരുന്ന കോൺക്രീറ്റ് പാലം ഒലിച്ചുപോയി. പിന്നീട് നാട്ടുകാർ ചേർന്ന് തടിപ്പാലം നിർമ്മിച്ചു. ഇതും ഇത്തവണത്തെ മഴയിൽ തകർന്നു. ഭയങ്കര കഷ്ടമാണ്. ഞങ്ങൾ ഇവിടെ തന്നെ ഒരാളെ ഇവിടെ കൊണ്ടുവന്നിട്ട് പിന്നെ ഇവിടുന്ന് വണ്ടിയെ കയറ്റി ഞങ്ങൾ കൊണ്ടുപോയിക്കൊണ്ടിരുന്നു ഈ പാലമുള്ള സമയത്ത്. ഇപ്പോൾ അതിന് പോലും അവസ്ഥയില്ല. അതിനേക്കാളും പാടാ. ഭയങ്കര ദുരിതമായിട്ടാണ് ഞങ്ങൾ നിൽക്കുക. 100-300 കുടുംബക്കാരുണ്ട്. വലിയ ബുദ്ധിമുട്ടില്ല ഞങ്ങളിപ്പോൾ കഴിയുന്നത്. പാലം തകർന്നതോടെ 100ഓളം കുടുംബങ്ങൾ ഒറ്റപ്പെട്ടു. തുടർന്ന് നാട്ടുകാർ പുതിയ തടിപ്പാലത്തിന്റെ നിർമ്മാണത്തിലാണ്. എല്ലാ വർഷവും ഇതുണ്ടാക്കും, ഇത് പണിയും. നടപ്പാലം വേണമല്ലോ, ഞങ്ങൾ പണിത് വെക്കും. വലിയൊരു വെള്ളപ്പൊക്കം വരും, അതങ്ങ് പോകും. അന്ന് മുതൽ എല്ലാ വർഷവും ഇത് തന്നെ. ഇപ്പോഴും അനുവദിച്ചത് എഗ്രിമെന്റ് വരെ ആയെന്ന് പറയുന്നു. എഗ്രിമെന്റ് ആയിട്ടുണ്ട്. ഇതിപ്പോ ഒരു മഴ പെയ്താൽ അത് കൊണ്ടുപോകും. പാലം നിർമ്മാണത്തിന് ഇടുക്കി പാക്കേജിൽ 1 കോടി രൂപ അനുവദിച്ചിരുന്നു. ഇതിന് കരാറായിട്ടുണ്ട്. എന്നാൽ പാലം പണി തീരാൻ ഏറെക്കാലമെടുക്കും. അതുവരെ താൽക്കാലിക തടിപ്പാലം മാത്രമാണ് ആശ്രയം. ഏതു മഴക്കാലത്തും ഇവരുടെ അവസ്ഥ ഇതാണ്. ഇനിയെങ്കിലും സഞ്ചാരയോഗ്യമായ ഒരു പാലം വേണം. അതിനുവേണ്ടിയുള്ള കാത്തിരിപ്പിലാണ് ഇവർ. ഏലപ്പാറയിൽ നിന്നും ക്യാമറമാൻ അഭിലാഷ് അലക്സിനൊപ്പം MC ബോബൻ, അമൃത ന്യൂസ്, ഇടുക്കി. ഇനി മലപ്പുറത്തേക്ക് വരികയാണെങ്കിൽ അവിടെ അനധികൃത മണ്ണെടുപ്പ് കാരണം ഏത് നിമിഷവും മണ്ണിടിയുമെന്ന ഭീതിയിലാണ് മലപ്പുറം എടയൂർ പഞ്ചായത്തിലെ നിരവധി കുടുംബങ്ങൾ. പാലപ്പറമ്പ്, ചേനാടൻ, കുളമ്പ് പ്രദേശത്ത് 60ഓളം വീട്ടുകാരാണ് മണ്ണിടിച്ചിൽ ഭീഷണിയിൽ കഴിയുന്നത്. എടയൂർ പഞ്ചായത്തിലെ പാലേപ്പറമ്പ് പ്രദേശത്താണ് തുടർച്ചയായ മണ്ണിടിച്ചിലിൽ പ്രദേശവാസികൾ ഭീതിയിൽ കഴിയുന്നത്. കഴിഞ്ഞ ദിവസങ്ങളിൽ പെയ്ത കനത്ത മഴയിൽ സ്വകാര്യ വ്യക്തിയുടെ ഉടമസ്ഥതയിലുള്ള കുന്നിന്റെ പല ഭാഗങ്ങളിലും മണ്ണിടിച്ചിലുണ്ടായി. ശക്തമായ മണ്ണിടിച്ചിലുണ്ടായാൽ ചേനാടൻ കുളമ്പ് പ്രദേശത്തെ നിരവധി വീടുകൾ തകരാനിടയാകും. കുന്നിന്റെ മുകൾ ഭാഗം അനധികൃതമായി ഇടിച്ചു നിരത്തിയതാണ് മണ്ണിടിച്ചിലിന് കാരണമാകുന്നത്. ഇവിടെ താമസിക്കാൻ വയ്ക്കാത്ത അവസ്ഥ. കാരണം വെച്ചാൽ നമ്മൾ ബന്ധുവീട്ടിൽ രാത്രി പോകുന്നത് പഞ്ചായത്തിൽ നിന്ന് അറിയിച്ചിട്ട് ബന്ധുവീട്ടിൽ പോയി കണക്ക് എടുക്കണം. അതേപോലെ തന്നെ ജോലിക്ക് പോയിട്ട് ഒരു 3-4 ദിവസമായിട്ടുണ്ടോ. എന്ന് രാവിലെ വരും വൈകുന്നേരം വരെ നിൽക്കും. ഇവിടുത്തെ ഈ ഓണറിൻ്റെ അവസ്ഥ അവരോട് പറഞ്ഞൊരു കാര്യമില്ല. അവർക്ക് എന്തും ആവാം. അവർക്കെതിരെ കേസ് കൊടുത്താലോ അവർക്ക് എതിരെ എന്ത് ചെയ്താലും അവർക്കൊരു പ്രശ്നമില്ല എന്നൊരു മനോഭാവം. ബന്ധപ്പെട്ട വകുപ്പുകളിൽ നിന്ന് അനുമതി തേടാതെയാണ് കുന്നിടിച്ചതെന്ന് നാട്ടുകാർ പറയുന്നു. കുന്നിന്റെ മുകളിൽ നിരവധി ക്വാറികളും പ്രവർത്തിക്കുന്നുണ്ട്. മാനദണ്ഡങ്ങൾ പാലിക്കാതെ നടക്കുന്ന മണ്ണെടുപ്പ് വൻ ദുരന്തത്തിന് കാരണമാകുമെന്നും എന്നാൽ അധികൃതർ കാര്യക്ഷമമായി ഇടപെടുന്നില്ലെന്നും പരിസ്ഥിതി പ്രവർത്തകർ പറയുന്നു. പശ്ചിമഘട്ടത്തിന്റെ ഏറ്റവും ലോലമായ ഏരിയ എന്ന രീതിയിൽ മാർക്ക് ചെയ്യപ്പെട്ട നിരവധി സ്ഥലങ്ങൾ മലപ്പുറം ജില്ലയിലുണ്ട്. പക്ഷെ ആ സ്ഥലങ്ങളിലെ ഇത്തരത്തിൽ ചെരിഞ്ഞ പ്രദേശങ്ങളിലൊക്കെ കൺസ്ട്രക്ഷൻ നടക്കുമ്പോൾ അത് തടയേണ്ടത് ആവശ്യമാണ്. പക്ഷെ അത് തടയപ്പെടുന്നില്ല. ആ ഭൂമിക്ക് ചുറ്റും അവിടെ എന്ത് നാശം സംഭവിച്ചാലും ഇപ്പോൾ വിള്ളലുകൾ കാണുന്നുണ്ട് എന്ന് പറയുമ്പോൾ യഥാർത്ഥത്തിൽ നമ്മൾ ഭയക്കണം. അത് ചുരുങ്ങിയതൊരു 10-75ഓളം വീട്ടുകാരെ ബാധിക്കുന്നതാണ് ഇതിന് ചുറ്റുമുള്ള. പ്രദേശവാസികളുടെ സുരക്ഷ ഉറപ്പാക്കാൻ അധികൃതർ അടിയന്തര നടപടികൾ കൈക്കൊള്ളണമെന്നാവശ്യപ്പെട്ട് പ്രക്ഷോഭത്തിനൊരുങ്ങുകയാണ് നാട്ടുകാർ. അമൃത ന്യൂസ്, മലപ്പുറം. മലപ്പുറം പെരിന്തൽമണ്ണയിൽ വീടില്ലാത്തവർക്കായി നഗരസഭ നിർമ്മിച്ചു നൽകിയ ഫ്ളാറ്റ് സമുച്ചയം രോഗങ്ങൾ പടർത്തുന്ന കേന്ദ്രമായി മാറിയിരിക്കുകയാണ്. കക്കൂസ് മാലിന്യവും കെട്ടിക്കിടക്കുന്ന വെള്ളവും കാരണം രോഗഭീതിയിലാണ് നിരവധി കുടുംബങ്ങൾ ഇവിടെ കഴിയുന്നത്.
നാടാകെ പനിയും പകർച്ചവ്യാധികളും പടർന്നു പിടിക്കുമ്പോൾ രോഗങ്ങൾക്ക് വിത്തുപാകുന്ന ഈ കാഴ്ച പെരിന്തൽമണ്ണയിൽ നിന്നാണ്. നഗരസഭ കൊട്ടിഘോഷിച്ച് നിർമ്മിച്ചു നൽകിയ ഫ്ളാറ്റ് സമുച്ചയത്തിൽ ഇന്നിപ്പോൾ രോഗഭീതിയിലാണ് പാവപ്പെട്ട മനുഷ്യരുടെ ജീവിതം. കേന്ദ്ര ഫണ്ട് ഉപയോഗിച്ച് പെരിന്തൽമണ്ണ നഗരസഭ നിർമ്മിച്ച ഫ്ളാറ്റിലേക്ക് 5 വർഷം മുൻപാണ് പാവപ്പെട്ട കുടുംബങ്ങൾ കുടിയേറുന്നത്. നിർമ്മാണം പൂർണ്ണമായും കഴിയുന്നതിന് മുൻപ് തിടുക്കത്തിൽ താമസാനുമതി നൽകിയ നഗരസഭ പിന്നീട് ഇങ്ങോട്ട് തിരിഞ്ഞു നോക്കിയില്ല. ശുദ്ധമായ കുടിവെള്ളം പോലും ഇവിടെ ലഭ്യമല്ല. മഴക്കാലമായാൽ കെട്ടിക്കിടക്കുന്ന മലിനജലവും നിറഞ്ഞൊഴുകുന്ന കക്കൂസ് ടാങ്കുകളും കാരണം പ്രദേശമാകെ ദുർഗന്ധപൂരിതമാണ്. പിഞ്ചുകുഞ്ഞുങ്ങളടക്കമുള്ളവർ ഡെങ്കിപ്പനിയും മറ്റ് പകർച്ചവ്യാധികളും പിടിപെടുമെന്ന ഭീതിയിലാണ് കഴിയുന്നത്. ഇവിടെ മലിനജല പ്രശ്നമാണ് മെയിൻ ആയിട്ടുള്ളത്. ബാത്റൂമുകളൊക്കെ ഓവർഫ്ലോ ആയിട്ട് പുറത്തോട്ട് വരികയാണ് ബാത്റൂമിൽ നിന്നുള്ളത്. ഭയങ്കര കൊതുക്, വെള്ളം കെട്ടിക്കിടക്കണം പുറത്തുനിന്ന്. ഫ്ലാറ്റിന്റെ പുറത്ത് കംപ്ലീറ്റ് വെള്ളം മലിനജലം കെട്ടിക്കിടക്കുമ്പോൾ കൊതുക് ഇഷ്ടമാകും വരികയാണ്. എത്രയോ കിടപ്പ് രോഗികളുണ്ട്, എത്രയോ മറ്റ് രോഗങ്ങളുള്ള ആളുകളുണ്ട്. ഇവിടെ സാംക്രമിക രോഗങ്ങൾ പടർന്നു പിടിക്കുകയാണ്. കാരണം ഈ മാലിന്യങ്ങളൊക്കെ ഇതിൽ ഒഴുകുന്നതുകൊണ്ട് തന്നെ കൊതുകുകളൊക്കെ വളരെ ക്രമാതീതമായി വർദ്ധിക്കുകയാണ്. ഇവിടെ ആരോഗ്യപരമായിട്ടുള്ള യാതൊരു സുരക്ഷയും ഇല്ലാതെ ഇത്രയും വലിയൊരു ജനക്കൂട്ടം ഇവിടെ താമസിക്കുമ്പോൾ സർക്കാർ എന്ത് ന്യായത്തിലാണ് ജനോപകാരമായ പ്രദമായ പദ്ധതികളുടെ പരസ്യം കൊടുക്കുക? ഒരല്പം മാന്യതയുണ്ടെങ്കിൽ സർക്കാർ ഇതിനൊരു പരിഹാരം കാണണമെന്നാണ് എനിക്ക് പറയാനുള്ളത്. വലിയ പ്രതീക്ഷയോടെ എത്തിയ 400 കുടുംബങ്ങളിൽ ദുരിതം സഹിക്കാനാവാതെ പകുതിയിലധികം പേരും വീടൊഴിഞ്ഞ് മറ്റിടങ്ങളിലേക്ക് പോയി. മാത്രമല്ല, താമസം തുടങ്ങി 5 വർഷം കഴിഞ്ഞിട്ടും ഒരാൾക്ക് പോലും ഓണർഷിപ്പ് സർട്ടിഫിക്കറ്റ് നൽകാനും നഗരസഭയ്ക്ക് കഴിഞ്ഞിട്ടില്ല. അമൃത ന്യൂസ്, മലപ്പുറം. ചെറുവണ്ണൂരിൽ മേൽപ്പാല നിർമ്മാണം വൈകുന്നതിനാൽ ജനജീവിതം ദുരിതത്തിലാവുന്നു. ഗതാഗതക്കുരുക്കിനൊപ്പം മഴക്കാലത്ത് ചളിയും വേനൽക്കാലത്ത് പൊടിയും നിറയുന്നതിനാൽ വ്യാപാരികളും ദുരിതത്തിലാണ്. മേൽപ്പാല നിർമ്മാണം എത്രയും പെട്ടെന്ന് പൂർത്തിയാക്കണമെന്നാണ് പ്രദേശവാസികളുടെ ആവശ്യം. യാത്രാ ദുരിതം കുറയ്ക്കുവാനാണ് ചെറുവണ്ണൂരിൽ മേൽപ്പാലം നിർമ്മിക്കാൻ തീരുമാനമായത്. എന്നാൽ പാലത്തിന്റെ നിർമ്മാണം ഇഴഞ്ഞു നീങ്ങുന്നതോടെ പ്രദേശവാസികളുടെ ജീവിതം ദുസ്സഹമായിരിക്കുകയാണ്. വ്യാപാരികളും ഓട്ടോ തൊഴിലാളികളും കച്ചവടക്കാരുമാണ് പ്രതിസന്ധി കൂടുതലായി നേരിടുന്നത്. റോഡ് വെച്ചാൽ ഈ പാലത്തിന്റെ പണി ഇതുവരെ കയ്യിലാണ്. പണിക്കാരും ഇല്ല, 2-3 പണിക്കാർ എടുക്കുക. അപ്പോൾ ഇതിന്റെ അവസ്ഥ അങ്ങനെയാണ്. ഇപ്പോൾ നമ്മളിപ്പോൾ ഇതിലങ്ങനെ വേപ്പൂർ റോഡ് ഇങ്ങനെ പോകണം. ഇവിടുന്ന് ട്രിപ്പ് ഇട്ടിക്കാൻ വെച്ചാൽ ഒരു കിലോമീറ്റർ 1 കിലോമീറ്റർ ഏറെ ഓടണം. ഇതിന് നമുക്ക് കിട്ടുന്നത് ഈ 30 രൂപ തന്നെയാണ്. ഒരു രോഗിയെ കരുതിയില്ല. ഇപ്പോൾ ഹോസ്പിറ്റലിൽ പോകാനൊക്കെ ഇന്നലൊക്കെ ഒരു രോഗിനെ കൊണ്ടുപോയത് വളരെ ബുദ്ധിമുട്ടില്ല. ഏകദേശം ആ പമ്പ് വരെ ദയനീയാവസ്ഥ റോഡിൻ്റെ. ഇത് ദിവസം ഒരു മണ്ണിടും, മഴ പെയ്താൽ മണ്ണ കളിച്ചു. അതേ ഇവിടെ ഇപ്പം 2 ആഴ്ചയായിട്ട് അതേ നടക്കണുള്ളൂ. ഇപ്പോൾ August 5-നാണ് ഈ ടാർ ചെയ്തു തരാമെന്ന് പറഞ്ഞത്. സർവീസ് റോഡ് ഇതുവരെ ചെയ്തില്ല. 15 ദിവസമായി പറഞ്ഞിട്ട് ഇപ്പോൾ. അപ്പോൾ അതിനെന്തെങ്കിലും നടപടി ഉണ്ടായി കിട്ടിയ വലിയൊരു കാര്യമാണ് നമ്മളെ വണ്ടിക്കാർക്ക്. കാരണം വെച്ചാൽ വണ്ടി കംപ്ലൈന്റ് ആവുകയാണ് നമുക്ക്. മേൽപ്പാല നിർമ്മാണം ആരംഭിച്ചതോടെ വണ്ടികൾ നിർത്തി ആളുകൾക്ക് കടകളിലേക്ക് കയറുവാനും സ്ഥലമില്ല. മഴക്കാലമല്ലാത്ത സമയങ്ങളിൽ കടകളിലേക്ക് പൊടി കയറുന്നതും പതിവാണ്. ഗതാഗതക്കുരുക്ക് രൂക്ഷമായതിനാൽ ഓട്ടോകളും കിലോമീറ്ററുകളിലധികം ബദൽ റോഡുകളിലൂടെ യാത്ര ചെയ്യേണ്ടി വരുന്നു. ചെറുവണ്ണൂർ മാർക്കറ്റിലേക്കും ആളുകൾ വരുന്നത് നന്നേ കുറഞ്ഞു. എത്രയും പെട്ടെന്ന് മേൽപ്പാല നിർമ്മാണം പൂർത്തിയാക്കി ജനജീവിതം സാധാരണ നിലയിലാക്കണമെന്നാണ് പ്രദേശവാസികളുടെ ആവശ്യം. അമൃത ന്യൂസ്, കോഴിക്കോട്. ഇനി ഓഹരി വിപണിയുടെ വിലയിരുത്തലാണ്. ഇന്നത്തെ വിപണി പ്രതീക്ഷകൾ പങ്കുവയ്ക്കുന്നത് ധനകാര്യ ഓഹരി വിദഗ്ധൻ കെ ദിലീപാണ്. ഇന്ന് നേട്ടത്തിലായിരിക്കും വ്യാപാരം തുടങ്ങുക. പശ്ചിമേഷ്യയിലെ സംഘർഷാവസ്ഥയ്ക്ക് അയവ് വന്നത് ആഗോള വിപണികളിൽ ഒരു ഉണർവുണ്ടാക്കിയിട്ടുണ്ട്. ഇന്നലെ വിപണിയിലെ 2ാം പകുതിയിൽ ഒരു നേരിയ തോതിലെങ്കിലും ഒരു മുന്നേറ്റം ഉണ്ടാവുകയും വലിയ നഷ്ടത്തിൽ നിന്നും കരകയറി വ്യാപാരം അവസാനിപ്പിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാവുകയും ചെയ്തു. ക്രൂഡ് ഓയിൽ വിലയിലും ഗണ്യമായ കുറവുണ്ടായി. $83 വരെ ബാരലിന് ക്രൂഡ് ഓയിലിന്റെ വില ഇന്നലെ എത്തിയിരുന്നു. വരും ദിവസങ്ങളിലും വലിയ തോതിലുള്ള കയറ്റിറക്കങ്ങൾ വിപണിയിൽ തുടരാമെങ്കിലും നേരിയ തോതിലെങ്കിലും മുന്നേറ്റം തുറന്നേക്കുമെന്ന് തന്നെയാണ് കരുതുന്നത്. മുൻനിര സൂചികയായ നിഫ്റ്റി 24,050 എന്നുള്ള സാങ്കേതികമായ ഒരു പ്രതിരോധ നിലവാരം ഭേദിക്കുകയാണെങ്കിൽ 24,200 നീങ്ങാനുള്ള സാധ്യതയുണ്ട്. ഇന്നെന്തായാലും 24,050 മുകളിൽ വ്യാപാരം തുടങ്ങിയേക്കുമെന്ന് തന്നെയാണ് കരുതുന്നത്. ആഭ്യന്തര ഘടകങ്ങളും അനുകൂലം തന്നെയാണ്. കമ്പനികളുടെ മികച്ച പ്രവർത്തന ഫലങ്ങൾ 2ാം നിര ചെറുകിട ഓഹരികളിലൂടെ അനുകൂലമായ നിക്ഷേപ താല്പര്യം ഉണ്ടാക്കിയിട്ടുമുണ്ട്. വലിയ തോതിലുള്ള കയറ്റങ്ങൾക്കിടയിലും ഇത്തരം ഓഹരികളിൽ ഒരു നിക്ഷേപ താല്പര്യം കാണുന്നത് വരും ദിവസങ്ങളിലും വിപണിയിൽ നേരിയ തോതിലെങ്കിലും
എന്തെങ്കിലും മുന്നേറ്റം പ്രകടമായേക്കാം എന്നുള്ളതിൻ്റെ സൂചന തന്നെയാണ്. വിദേശ നിക്ഷേപ സ്ഥാപനങ്ങളുടെ നിലപാടുകളും വിപണിയിൽ പ്രധാനം തന്നെയാണ്. കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം വിദേശ നിക്ഷേപ സ്ഥാപനങ്ങൾ വിപണിയിൽ വിൽപ്പന തുടരുകയാണ്. അവരുടെ വിൽപ്പനയുടെ തോത് കുറഞ്ഞാൽ തന്നെ അത് വിപണിയുടെ മുന്നോട്ടുള്ള നീക്കത്തിന് സഹായമാവുകയും ചെയ്യും. എന്നാൽ ആഭ്യന്തര നിക്ഷേപ സ്ഥാപനങ്ങൾ വളരെ അനുകൂലമായി വിപണിയിൽ ഇടപെടുന്നുണ്ട്. എന്തായാലും വരും ദിവസങ്ങളിലും വിപണിയിൽ വലിയ തോതിലുള്ള കയറ്റങ്ങൾ തുടങ്ങാം. നിലവിലെ സാഹചര്യത്തിൽ 24,200 എന്നുള്ള നിലവാരം തന്നെയാണ് ഒരു പ്രതിരോധ നിലവാരമായി കണക്കാക്കുന്നത്. ആ ഒരു നിലവാരം ഭേദിക്കുകയാണെങ്കിൽ തുടർച്ചയായി മുന്നോട്ട് നീങ്ങാനുള്ള സാധ്യതയുണ്ട്. ഇന്നെന്തായാലും നേട്ടത്തിൽ തന്നെയായിരിക്കും വ്യാപാരം തുടങ്ങുക. ഓഹരി വിപണി ഇന്ന് നേട്ടത്തിലായിരിക്കും വ്യാപാരം തുടങ്ങുക. ഓഹരി വിപണിയിലെ പ്രതീക്ഷകൾ പങ്കുവച്ചത് ഓഹരി വിദഗ്ധൻ കെ ദിലീപാണ്. കേരളത്തിലെ പ്രമുഖ ധനകാര്യ സ്ഥാപനമായ UGS ഗോൾഡ് ലോൺ പ്രവർത്തനങ്ങൾ കൂടുതൽ മേഖലകളിലേക്ക് വ്യാപിപ്പിക്കുന്നു. സ്വർണ്ണ വായ്പയ്ക്ക് പുറമെ ഉപഭോക്താക്കൾക്ക് സമ്പൂർണ്ണ സാമ്പത്തിക സുരക്ഷ ഉറപ്പാക്കുന്നതിനായി UGS ഇൻഷുറൻസ് സേവനങ്ങൾക്ക് കൊച്ചിയിൽ തുടക്കം കുറിച്ചു. കേരളത്തിലും തമിഴ്നാട്ടിലും പുതിയ ശാഖകൾ ആരംഭിക്കുന്നതിനോടൊപ്പം കമ്പനിയുടെ മൊത്തം ടേൺ ഓവർ 1,200 കോടി രൂപയായി ഉയർത്തുകയാണ് പ്രധാന ലക്ഷ്യമെന്ന് മാനേജിംഗ് ഡയറക്ടർ അജിത് പാലാട്ട് പറഞ്ഞു. ദേശീയ തലത്തിൽ ശക്തമായ ബ്രാൻഡ് സാന്നിധ്യം ഉറപ്പാക്കുന്നതിന്റെ ഭാഗമായി സിനിമാ താരം തൃഷയെ UGS ഗോൾഡ് ലോണിന്റെ പ്രധാന ബ്രാൻഡ് അംബാസഡറായും നടൻ ധ്യാൻ ശ്രീനിവാസനെ കേരളത്തിലെ മുഖമായും അവതരിപ്പിച്ചു. UGS ഗോൾഡ് ലോണിന്റെ പുതിയ ശാഖ ശനിയാഴ്ച പറവൂരിൽ പ്രവർത്തനം ആരംഭിക്കും. ഞങ്ങൾ പ്ലാൻ ചെയ്തിട്ടുള്ളത്. വളരെ വലിയൊരു ടാസ്ക്കാണെന്ന് നമുക്കറിയാം. പക്ഷേ പുതിയ ബ്രാഞ്ചുകൾ മറ്റ് കേരളത്തിലും മറ്റ് സംസ്ഥാനങ്ങളിലുമായിട്ട് വരുന്ന ഒരു 100ഓളം ബ്രാഞ്ചുകൾ കൂടി വരുമ്പോൾ തീർച്ചയായിട്ടും ഈ ഒരു ലക്ഷ്യത്തിലേക്ക് ഞങ്ങൾക്ക് റീച്ച് ചെയ്യാൻ കഴിയും എന്നുള്ളതാണ് ഞങ്ങളുടെ ഒരു കോൺഫിഡൻസ്. കേരളത്തിന്റെ സ്വന്തം പൊതുമേഖലാ ബ്രാൻഡായ കേരള സോപ്സ് ഇനി യൂറോപ്യൻ വിപണിയിലേക്കും UK-യിലും അയർലൻഡിലും കേരള സോപ്സ് ലഭ്യമാക്കുന്നതിനായി പ്രമുഖ വിതരണ ശൃംഖലയായ RG ഫുഡ്സുമായി KSIE കരാർ ഒപ്പുവെച്ചു. തിരുവനന്തപുരത്ത് നടന്ന ചടങ്ങിൽ വ്യവസായ മന്ത്രി PK കുഞ്ഞാലിക്കുട്ടിയുടെ സാന്നിധ്യത്തിലായിരുന്നു കരാർ ഒപ്പുവെക്കലും ആദ്യ ഓർഡർ കൈമാറ്റവും. KSIE മാനേജിംഗ് ഡയറക്ടർ ഡോക്ടർ അനിൽ മുഹമ്മദും RG ഫുഡ്സ് എക്സിക്യൂട്ടീവ് ഡയറക്ടർ വിഷ്ണു RGയുമാണ് ധാരണാപത്രത്തിൽ ഒപ്പുവെച്ചത്. കേരളത്തിൽ 1.5 ലക്ഷത്തിലേറെ റീറ്റെയിൽ ഔട്ട്ലെറ്റുകളും 35ലേറെ രാജ്യങ്ങളിൽ ആഗോള വിതരണ ശൃംഖലയുമുള്ള RG ഗ്രൂപ്പ് മിൽമ നെയ് ഓസ്ട്രേലിയയിലും ന്യൂസിലൻഡിലും വിജയകരമായി വിതരണം ചെയ്യുന്ന എക്സ്ക്ലൂസീവ് എക്സ്പോർട്ടർ കൂടിയാണ്. ഒരു പബ്ലിക് സെക്ടർ യൂണിറ്റ് നല്ലൊരു ബിസിനസ് സംരംഭം അത് ടു എക്സ്പോർട്ട് ആണ്. അതാണ് സർക്കാർ ഇതിൽ കാണുന്ന ഏറ്റവും വലിയ ഒരു ഇമ്പോർട്ടൻസ്. RG ഗ്രൂപ്പിനെ സംബന്ധിച്ചിടത്തോളം നമ്മൾ കോഴിക്കോട് വളരെ ചെറിയ രീതിയിൽ തുടങ്ങിയൊരു സ്ഥാപനം. ഞാൻ 4th ജനറേഷനാണ് ഈ ബിസിനസ്സിൻ്റെ. നല്ലെണ്ണയിൽ നിന്ന് തുടങ്ങി ഇൻ്റർനാഷണൽ മാർക്കറ്റിലേക്ക് വന്നപ്പോൾ ഒരു നല്ലെണ്ണയിൽ മാത്രം മതിയാവില്ല, മൾട്ടിപ്പിൾ പ്രൊഡക്ട്സ് വേണമെന്നുള്ളതിൻ്റെ ഭാഗമായിട്ട് നമ്മൾ റൈസ് പൗഡർ, ട്രഡീഷണൽ സ്നാക്സ്, അതോടൊപ്പം തന്നെ ഏകദേശം 150ഓളം പ്രൊഡക്ട്സ് നമ്മൾ ലോഞ്ച് ചെയ്തു. പ്രമുഖ ഇന്റീരിയർ എക്സ്റ്റീരിയർ ആർക്കിടെക്ചറൽ ഡിസൈനിംഗ് ബ്രാൻഡായ ബ്രൈറ്റുക് ഇന്റീരിയേഴ്സ് ആൻഡ് എക്സ്റ്റീരിയേഴ്സ് പ്രൈവറ്റ് ലിമിറ്റഡിന്റെ പുതിയ ഫാക്ടറികളുടെ ഉദ്ഘാടനവും ഏറ്റവും പുതിയ ഇ-കൊമേഴ്സ് പ്ലാറ്റ്ഫോമായ D1000 ഫർണിച്ചർ ആൻഡ് ഡെക്കറിന്റെ ആഗോള ലോഞ്ചും ഈ മാസം 11 കൊച്ചി ബോൾഗാട്ടി ഗ്രാൻഡ് ഹയാത്തിൽ വെച്ച് നടക്കും. എറണാകുളം ജില്ലയിൽ വെണ്ണലയിലും എടക്കാട്ട് വയലിലുമായി 2 ലക്ഷം ചതുരശ്ര അടി വിസ്തീർണത്തിൽ 2 ഫാക്ടറികളും 50,000 ചതുരശ്ര അടി വിസ്തീർണമുള്ള ഓഫീസ് ഏരിയയുമാണ് സജ്ജമാക്കിയിരിക്കുന്നത്. 2000-ലധികം തൊഴിലവസരങ്ങളും സൃഷ്ടിക്കപ്പെടുന്നുണ്ട്. എടക്കാട്ട് വയലിലെ ഫാക്ടറിയുടെ ഉദ്ഘാടനം സംസ്ഥാന ഉന്നത വിദ്യാഭ്യാസ മന്ത്രി റോജി എം ജോൺ നിർവഹിക്കും. ക്വാളിറ്റി ഫർണിച്ചറായിട്ടും നല്ല റിലേഷനായിട്ടും പല വീടുകളിലും പല കൊമേഴ്ഷ്യൽ സ്ഥാപനങ്ങളിലും എത്തട്ടെന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. അതോടൊപ്പം തന്നെ ലോഞ്ച് ചെയ്യുന്നത് ഇൻ്റർനാഷണൽ മുതലാളി മിസ്റ്റർ ജോയലക്കാസിൻ്റെ CMD ആണ്. കാരണം ഇൻ്റർനാഷണൽ കമ്പനി ആകുമ്പോൾ അങ്ങനത്തെ ഒരാളിനെ ചെയ്യണം. കാരണം എൻ്റെ 70% വളർച്ചയുടെ കാലഘട്ടം പുള്ളിയുടെ തന്നെയാണ്. ഇത്ര റെക്കമെൻഡ് ചെയ്തതും പലരിടത്തും. കാരണം അതുപോലത്തെ ഒരാൾ റെക്കമെൻഡ് ചെയ്യണമെങ്കിൽ കാരണം പിന്നെ വേറെ ആരും ഒന്നും ചോദിക്കില്ല. ജോയിനോട് ചോദിച്ചാൽ ഞാൻ പറയുള്ളൂ. പല ചെറിയ വർക്ക് കൊടുക്കും. നമ്മളങ്ങനെ പ്രൊഫഷണലായെന്ന് പറഞ്ഞ് ഇപ്പോൾ എല്ലാവരും ചോദിച്ചു ചെറിയ വർക്ക് ചെയ്യുമോ? ഞങ്ങൾ പറഞ്ഞു ഒരു കസേരയാണെങ്കിലും ചെയ്യും, ഒരു മുറിയാണെങ്കിലും ചെയ്യും, ഒരു ക്ലിനിക്കാണെങ്കിലും ചെയ്യും. ശ്രീലങ്കയ്ക്കെതിരായ 2 മത്സരങ്ങളുടെ ടെസ്റ്റ് പരമ്പരയ്ക്ക് മുന്നോടിയായി ഇന്ത്യ കളിക്കുന്ന പരിശീലന മത്സരം ഇന്ന് രാവിലെ 10 മണിക്ക് ശ്രീലങ്ക ക്രിക്കറ്റ് ബോർഡ് 11 നേരിടും. പരിക്കുമാറിയ സായി സുദർശൻ ടീമിനൊപ്പം ഇന്ന് ചേരും. ഓഗസ്റ്റ് 15 ഗാലെ ടെസ്റ്റിന് മുമ്പുള്ള യഥാർത്ഥ പരീക്ഷണമാണ് ഇന്ത്യക്ക് ഇന്നത്തേത്. ഇതോടെ ഇന്നത്തെ ഗുഡ് മോർണിംഗ് കേരളം പൂർണ്ണമാവുകയാണ്. കൂടുതൽ വാർത്തകളും വിശദാംശങ്ങളും ഒക്കെ അമൃത ന്യൂസ് യൂട്യൂബിൽ കാണാം. നമസ്കാരം.